ഞാൻ സത്യത്തിൽ വളരെ റെട്ടറിക്കലായി പ്രഭാഷണം നടത്തുന്ന ഒരാളല്ല. ഞാൻ സാധാരണ ആളുകളോട് സംസാരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഡയലോഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഡയലോഗ് നടത്തുമ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഓരോന്ന് ചോദിക്കുകയും നിങ്ങൾ പറയുകയൊക്കെ ചെയ്യില്ല എന്നോട്, ഇല്ലേ? ഞാൻ ജനറൽ നോളജ് ഒന്നും ചോദിക്കില്ല. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, 15 പട്ടികയിൽ ഏത് പെടുന്നൊന്നും ഞാൻ ചോദിക്കാൻ പോണില്ല. മാത്രമല്ല, നിങ്ങൾ എന്നോട് സംസാരിക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് എന്നെ കൂടുതൽ ചെറുപ്പക്കാരനാക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ സത്യത്തിൽ എല്ലായിടവും സാഹിത്യമുണ്ട്, ഇല്ലേ? 2 പ്രശസ്തരായ നോവലിസ്റ്റുകൾ നിങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ട്, ഇല്ലേ? പക്ഷെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുന്നു. അതല്ലേ സത്യം? സാഹിത്യം ധാരാളമായി തീരുകയും സാഹിത്യത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്നത് അത്ര നല്ല കാര്യം അല്ല. ആ സന്ദർഭത്തിലാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ എന്ന പുതിയ ആശയം നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളാണ് കേരളത്തിലുള്ളത്. 2 ഉള്ളൂ എന്ന് പറയാം. അത് ഒന്ന് തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്തും മറ്റത് വടക്കേ അറ്റത്ത് കോഴിക്കോടുമാണ് നടക്കുന്നത്. ഒന്ന് മാതൃഭൂമി നടത്തുന്ന, മാതൃഭൂമി പറയുന്നത് MBIFL എന്ന നീണ്ട പേരാണ്. മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്നാണ്. പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത് ഫെസ്റ്റിവൽ എന്നാണ്, അല്ലേ? ഞാൻ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഖരമായ ഒരു അക്ഷരമാണ് അവരതിൻ്റെ ഇൻസിഗ്നിയ ആയി സ്വീകരിച്ചിരിക്കുന്നത്. മറ്റേത് കോഴിക്കോട് ബീച്ചിൽ DC ബുക്സ് നടത്തുന്ന KLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഈ 2 ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ പുതിയൊരു ആശയലോകം നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് പണ്ട് ആളുകളിങ്ങനെ വന്നിരുന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും, മണിക്കൂറുകൾ നീളുന്ന അതിഭയാനകങ്ങളായ പ്രസംഗങ്ങൾ. അത് റേഡിയോ പോലെ അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കണം, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ 2 പേരിരുന്ന് സംസാരിക്കുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവരോട് എപ്പോൾ വേണോ സംസാരിക്കാം. മാത്രമല്ല, പണ്ടത്തെ പോലെ അനന്തമായി നീണ്ടുപോകുന്ന സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം തുടങ്ങിയ അക്രമങ്ങളൊന്നുമില്ലാതെ നേരിട്ട് സാഹിത്യത്തിലേക്ക് പ്രവേശിക്കാം. അവതാരികയൊന്നുമില്ലാതെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടി നമുക്ക് സാഹിത്യത്തിലേക്കും ആശയങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ കൊണ്ടുവന്ന പുതിയ ആശയം. അതായത് സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള പുതിയ ഇടങ്ങളുടെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം ഇടങ്ങളിൽ മാത്രമേ സ്വതന്ത്രമായ സാഹിത്യാവിഷ്കാരവും സ്വതന്ത്രമായ ചിന്തയും സർവോപരി സ്വതന്ത്രമായ ആശയങ്ങളും രൂപപ്പെടുകയുള്ളൂ. മനുഷ്യൻ ഇന്നേ വരെ ഇങ്ങനെ വന്നത് ആശയങ്ങളുടെ നിർമ്മാണം കൊണ്ടാണ്, സംശയമില്ലല്ലോ. ഐഡിയ, അതാണ് ഏറ്റവും പ്രധാനം. ഐഡിയ ചിലപ്പോൾ ഐഡിയലിസമൊക്കെ ആയി പോകുമായിരിക്കാം, എങ്കിലും ആശയങ്ങൾ അവ വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു ആശയമാണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയമായി ഒരു അംബ്രല ടേമായി തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയാം, ചരിത്രത്തിൻ്റെ നിഴലിൽ ഭാവിയുടെ വെളിച്ചത്തിൽ. ഈ പൊതു തീമിലാണ് ഈ 100 പ്രഭാഷണങ്ങളും നടത്തുന്നത്. ഞാൻ ഈ ജനറൽ ടോപ്പിക്കിൽ നിന്ന് ഒരല്പം വ്യതിചലിച്ച് ചരിത്രത്തിൻ്റെ നിഴലിലും ഭാവിയുടെ വെളിച്ചത്തിൽ നിന്ന് എന്താണ് നമ്മുടെ സാഹിത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്. ഈ വർഷത്തിന് വലിയ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ ഭാവനയെ സംബന്ധിച്ച, പുസ്തകത്തെ സംബന്ധിച്ച, ആശയങ്ങളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കേരളത്തിലുണ്ടായതിൻ്റെ വാർഷിക വർഷം കൂടിയാണിത്. ഒന്ന്, 250 കൊല്ലം മുമ്പ് മലയാള ഭാഷയിൽ ആദ്യമായി ഒരു പുസ്തകം അച്ചടിക്കപ്പെട്ടു. ഏത് പുസ്തകമാണ്? മലയാള ഭാഷയിൽ ആദ്യമായി, ജനറൽ നോളജ് ചോദിച്ചു തുടങ്ങിയല്ലേ? ഏത് പുസ്തകമാണ്? അതെ, ഉറക്കെ പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയും ബ്രണ്ണൻ കോളേജ് പോലെ മഹാപാരമ്പര്യമുള്ള വലിയ സമര തീവ്രതകളുള്ള ഒരു കോളേജിൽ ഇത്രയും ചെറിയ ശബ്ദങ്ങളാണോ? സംക്ഷേപ വേദാർത്ഥം. നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം എന്നാണ് മുഴുവൻ പേര്. അതൊരു ക്രിസ്തുമത ഗ്രന്ഥമാണ്. അത് റോമിലാണ് അച്ചടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുള്ളത്? ഇപ്പോൾ അത് ഓൺലൈനിൽ ഫ്രീ ആയി കിട്ടും. ആ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അത് 250 കൊല്ലം പഴക്കമുള്ള ആ പുസ്തകം കൈകൊണ്ടെടുക്കുന്നതിൻ്റെ സുഖം ഒരിക്കലും
PDF കിട്ടില്ല. അപ്പോൾ ആ പുസ്തകം കൈകൊണ്ടെടുത്ത് പലതവണ ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൂടെ ഈ കഴിഞ്ഞ 250 കൊല്ലത്തെ മലയാളിയുടെ നിർമ്മാണത്തിൻ്റെ ചരിത്രം ഇങ്ങനെ എന്നിലേക്ക് പ്രവേശിക്കുന്നതായി എനിക്ക് മനസ്സിലാകും. ഈ പുസ്തകത്തിലൂടെയാണ് മലയാളി നിർമ്മിക്കപ്പെട്ടത്. അതൊരു മതഗ്രന്ഥമായിരുന്നു. പക്ഷേ മതഗ്രന്ഥമാണെങ്കിലും അതിലെ മതപരമായ ആശയങ്ങളെ നീക്കം ചെയ്താൽ അത് പുസ്തകം എന്ന ആശയം, അച്ചടിക്കപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞ പുതിയ ഒരു മൂർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആ നിമിഷത്തിൽ നമ്മൾ ആധുനികതയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു. ആധുനികത്വത്തിലേക്കുള്ള എന്നാണ് ശരിയായ പദം. ആധുനികത ഒരു സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേരാണ്, മോഡേണിസം എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ആധുനികതയെയും ആധുനികത്വത്തെയും നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ആധുനികത നമ്മുടെ മലയാളത്തിൽ ഒ.വി. വിജയനും അടൂർ ഗോപാലകൃഷ്ണനും KCS പണിക്കരും കനായി കുഞ്ഞിരാമനും കാക്കനാടനും മുകുന്ദനും ആനന്ദും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കലാസാഹിത്യ പ്രസ്ഥാനമാണ്. അതാണ് മോഡേണിസം അഥവാ ആധുനികത. എന്നാൽ ആധുനികത്വം ആകട്ടെ മോഡേണിറ്റി എന്ന ചരിത്രഘട്ടമാണ്. ഇതൊരു വലിയ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ്. അതിന് നമ്മൾ പൊതുവെ പറയുക, മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള വാക്ക് ആധുനികത്വം എന്നല്ല, നവോത്ഥാനം എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആളുകൾ മൂന്നാമത്തെ വാക്കായി പറയുന്നത് എന്തോന്നാണ്? നവോത്ഥാനം എന്നല്ലേ? ഇല്ല. നവോത്ഥാന സദസ്സുകൾ, നവോത്ഥാന പ്രഭാഷണങ്ങൾ, നവോത്ഥാന നായകന്മാർ, അങ്ങനെ മോഡേണിറ്റിയെക്കുറിച്ചുള്ള ചർച്ച. നമ്മൾ വിദ്യാർത്ഥികളെ നവോത്ഥാനം എന്നല്ല പറയേണ്ടത്, നിങ്ങൾ മോഡേണിറ്റി എന്ന് പറഞ്ഞു. കാരണം മോഡേണിറ്റി കേരളത്തിൽ മാത്രമായി ഉണ്ടായതല്ല, ലോകം മുഴുവൻ 19-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമാണ് മോഡേണിറ്റി. ആ മോഡേണിറ്റി ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഉണ്ടായത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അനേകം മോഡേണിറ്റീസാണ്. ലോകത്തിന് മുഴുവൻ ഒരു ആധുനികത്വമല്ല, വ്യത്യസ്ത കേന്ദ്രങ്ങളുള്ള, വ്യത്യസ്ത മുഖങ്ങളും സ്വഭാവങ്ങളുമുള്ള വ്യത്യസ്തങ്ങളായ അനേകം ആധുനികത്വങ്ങളാണ് നമ്മളെ മനുഷ്യരാക്കി തീർത്തത്, നമ്മൾ ആശയങ്ങളിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ അവകാശങ്ങളുള്ള, സമത്വം ആഗ്രഹിക്കുന്ന, അർഹിക്കുന്ന ഒരു ജനതയാണെന്നും ജാതി മതം തുടങ്ങിയ സമ്പർക്കങ്ങൾക്ക് പുറത്ത് നമ്മെ ഉയർത്തി നിർത്തുന്നത് മനുഷ്യൻ എന്ന നമ്മുടെ സവിശേഷത ആണെന്നും നമുക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശമുണ്ടെന്നും നിലവിലുള്ള ഫ്യൂഡൽ രാജാധിപത്യ വാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന അവസരമുണ്ടാകണമെന്നും സ്വയം നിർണയാവകാശം ഉണ്ടാകണമെന്നും പുരുഷനും സ്ത്രീക്കും തുല്യമായ പദവിയും നീതിയുമാണ് കിട്ടേണ്ടതെന്നും ഉള്ള ബോധം നമ്മിലേക്ക് വന്നത്. ഈ മനുഷ്യനെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും നീതി അർഹിക്കുന്നുവെന്നും അവയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ബോധവുമെല്ലാം ആധുനികത്വത്തിൻ്റെ അഥവാ നവോത്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഉണ്ടായത്. ഇത് മുഴുവൻ പുസ്തകം എന്ന രൂപകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടാമത് മലയാളത്തിൽ ആധുനികതയിലേക്ക് വരാം. ആധുനികത്വം നിങ്ങൾക്കറിയാം, കേരളത്തിൽ 19-ാം നൂറ്റാണ്ടോടുകൂടി വലിയ സമരങ്ങളുടെയും പുതിയൊരു നവമലയാളിയുടെ സൃഷ്ടി സംഭവിച്ചു. രണ്ടാമത് 1950-കൾക്ക് ശേഷം സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ അതുവരെയുള്ള ഭാവനയ്ക്ക് പകരമുള്ള പുതിയൊരു ഭാവനയുടെ ചക്രവാളം വികസിക്കാൻ തുടങ്ങി. അങ്ങനെ വികസിച്ച ആ ചക്രവാളം അതുവരെ എഴുതിയ നോവൽ, കഥ, കവിത, സിനിമ, ചിത്രകല, ശില്പകല, വാസ്തുശില്പം ഇതെല്ലാം മാറ്റിമറിച്ച് പുതിയ ഭാവന കൊണ്ടുവന്നു. അത് ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ രൂപത്തിലായാലും, എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളുടെ രൂപത്തിലായാലും, ടി പത്മനാഭൻ്റെയും എം ടി വാസുദേവൻ നായരുടെയും മാധവിക്കുട്ടിയുടെയും സക്കറിയായുടെയും കഥകളുടെ രൂപത്തിലായാലും നമ്മുടെ ജീവിതത്തിലേക്ക് പടർന്നു കയറുകയും അവർ നമ്മുടെ ഏറ്റവും വലിയ എഴുത്തുകാരായി മാറുകയും ചെയ്തു. 1960-കളിൽ അവരെഴുതുമ്പോൾ അന്ന് ആളുകൾ പരാതി പറഞ്ഞിരുന്നു, ഇവരെഴുതുന്നത് മനസ്സിലാകുന്നില്ല, ഇതെന്താ എഴുതുന്നത്, പാരമ്പര്യമില്ല, വാക്യഘടന ശരിയല്ല, ഇത് അപരിചിതമാണ്, നമ്മുടെ നാട്ടിലെ അനുഭവമല്ല. ഇത് സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയിലും ചിത്രകലയിലും വാസ്തുവിദ്യയിലും കൂടി വന്നു. ഈ 60-കളിലാണ് നമ്മുടെ നാട്ടിലെ പഴയ ഓടിട്ട വീടുകൾക്ക് പകരം പുതിയ കോൺക്രീറ്റ് വീടുകളുടെ ആശയം വരാൻ തുടങ്ങിയത്. നമ്മൾ പിന്നീട് അതിനെ തീപ്പെട്ടിക്കൂട് വീടുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. അപ്പോൾ ചതുരക്കട്ടകളുടെ വീട്, ലെ കോർബൂസിയെ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ആർക്കിടെക്റ്റിൻ്റെ മോഡേണിസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ സ്വാധീനം കേരളത്തിലുടനീളം പടരുന്നു. നമ്മുടെ പഴയ ഇരുട്ട് കയറുന്ന പണ്ട് എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രം പൊളിച്ചു കളയണമെന്ന് ആഗ്രഹിച്ച നാലുകെട്ടുകളുടെ സ്ഥാനത്തേക്ക് വെളിച്ചം കയറുന്ന വീട് എന്ന ആശയം കടന്നു വരും. അങ്ങനെ പുതിയ വാസ്തുശില്പം സിനിമയിലും വന്നു. 1972 ഇന്നേക്ക് കൃത്യം 50 കൊല്ലം മുമ്പ് ഇന്നലത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ 50-ാം വാർഷിക ദിനമാണ്. അപ്പം ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് അടൂർ സാറും ഞാനുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന്
ഈ വാർഷികാഘോഷം നടന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് ഈ വാർഷികം തിരുവനന്തപുരത്തും വിദേശത്തും ഒക്കെ നടക്കുന്നുണ്ട്. സ്വയംവരത്തിൻ്റെ 50-ാം വാർഷികം. നിങ്ങൾ സ്വയംവരം കണ്ടിട്ടുണ്ടോ? കുറച്ചു പേരെങ്കിലും. സ്വയംവരം ഓൺലൈനിൽ ലഭ്യമാണ്. സ്വയംവരം നിങ്ങൾ കാണണം. എങ്ങനെയാണ് മലയാളിയുടെ സിനിമയിൽ ആധുനികത വന്നത്, നമ്മുടെ അഭിരുചികൾ മാറിയത് എന്ന് ആ ഒരൊറ്റ സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ സാറിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നു, എറണാകുളത്ത് താമസിച്ചു. സാറിന് കാറിൽ പാലക്കാട് വരെ യാത്ര ചെയ്യാൻ പറ്റില്ല. സാറിന് 80 വയസ്സുണ്ട്. സ്വന്തം സിനിമയുടെ 50-ാം വാർഷികം ഒരു ജനത മുഴുവൻ ആഘോഷിക്കുന്നത്, സ്വന്തം സംസ്ഥാനത്ത് മാത്രമല്ല ദേശത്തും വിദേശത്തും ആഘോഷിക്കുന്നത് കാണാനുള്ള അപൂർവമായൊരു ഭാഗ്യം അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായി. അപ്പം ഞങ്ങൾ വന്ന് പാലക്കാട് വന്ന് ഈ ആഘോഷത്തിൽ ഇന്നലെ പങ്കെടുത്തു. മാത്രമല്ല അതിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ആ സ്ക്രീനിങ്ങിൽ, അപ്പോൾ അത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ആളുകളുമായിട്ടുള്ള മുഖാമുഖം എല്ലാം കഴിഞ്ഞിട്ട് സ്ക്രീനിങ്ങിൽ ഇരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അടൂർ പറഞ്ഞു, ഡൗൺലോഡ് ചെയ്തതാണ് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റല്ല, ഒറിജിനൽ പ്രിൻ്റ് കാണണം. അപ്പം ഞാൻ പറഞ്ഞു, പത്രക്കാർ പിള്ളേരെ അവിടെ നിൽപ്പുണ്ട്, ഫോട്ടോഗ്രാഫർമാർ, അവർ വന്ന് നിൽക്കുന്നത് ഈ ഒറ്റ പടമെടുക്കാനാണ്. ഈ ഉദ്ഘാടനവും പ്രസംഗവും മറ്റേ മുഖാമുഖമല്ല, മറിച്ച് 50 കൊല്ലത്തിന് ശേഷം പഴയ 30-കാരൻ ചെറുപ്പക്കാരനാണ് അന്ന് സിനിമ എടുക്കുമ്പോൾ. ആ 30-കാരൻ 80-കാരനായി മാറി തൻ്റെ സിനിമ 50-ാം വാർഷികത്തിൽ കാണുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആ പത്ര ഫോട്ടോഗ്രാഫർമാർ നിൽക്കുന്നത്. ഒരു ചരിത്ര നിമിഷത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള, അത് ഒപ്പിയെടുക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇരുന്ന് കളയാം, 2 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരിക്കാൻ വയ്യ. സാർ അവിടെ ഇരുന്നു. അപ്പോൾ സ്വയംവരം പുതിയൊരു അഭിരുചി, പുതിയൊരു കാഴ്ച, പുതിയൊരു സൗന്ദര്യബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ നിഴലിൽ നിന്നാണ് നമ്മൾ ഇന്ന് 2022 വന്ന് നിൽക്കുന്നത്. ഏത് ചരിത്ര നിഴലുകൾ? ഒന്ന്, മലയാളത്തിൽ ആദ്യത്തെ പുസ്തകം വരുന്നു. അതോടെ അതുവരെ ഉണ്ടായിരുന്ന മലയാളിയുടെ ജീവിതത്തിലേക്ക് ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് പുതിയ ദൈവങ്ങൾ കടന്നു വരുന്നു. അതായത് വിദ്യാലയം എന്ന് പറഞ്ഞ ക്ഷേത്രം, അച്ചടിച്ച പുസ്തകം, അച്ചടി യന്ത്രം എന്ന മൂർത്തി, അച്ചടിച്ച പുസ്തകം എന്ന വേദഗ്രന്ഥം, ഇത് മൂന്നും വരുന്നതോടുകൂടി നാം മതാധിഷ്ഠിതമായ, ജാത്യധിഷ്ഠിതമായ, ഫ്യൂഡൽ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മനുഷ്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലേക്ക്, വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്ന, വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, ഓരോ വ്യക്തിക്കും വിലയുണ്ട് എന്ന പുതിയ ബോധത്തിലേക്ക് ഉണരാൻ തുടങ്ങും. അത് പിന്നീട് ഭാവനയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2022 നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഭാവിയുടെ വെളിച്ചമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ മലയാളത്തിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഭാവന മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സാഹിത്യ ഭാവനയിൽ, കലാഭാവനയിൽ, വാസ്തുവിദ്യയിൽ, സിനിമയിൽ എല്ലാം, വസ്ത്രധാരണ രീതിയിൽ, നിങ്ങളുടെ സോഷ്യൽ ബിഹേവിയറിൽ, നിങ്ങളുടെ ശാരീരിക ചലനങ്ങളിൽ പോലും വലിയ മാറ്റം വന്നു കഴിഞ്ഞു, ഇല്ലേ? കഴിഞ്ഞ 30 വർഷം മുമ്പ് ഈ കോളേജിൽ പഠിച്ച ആളുകൾ ബിഹേവ് ചെയ്തതുപോലെയാണോ ഇന്ന് കുട്ടികൾ കോളേജിലേക്ക് വരുന്നതും അവർ പരസ്പരം കൈമാറുന്നത്? പഴയ കഥകളിലൊക്കെ വായിച്ച്, ഞാൻ ചെറുപ്പത്തിൽ വായിച്ച കഥകളിലൊക്കെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ചായ തന്നു. അപ്പോൾ ഈ ചായ തരുമ്പോൾ കപ്പ് നമ്മുടെ വിരലിലൊക്കെ തൊടൂല്ലേ? അറിയാതെ തൊട്ടുപോയി. അപ്പോൾ ഒരു വൈദ്യുതി പ്രവഹിച്ച പോലെ തോന്നി എന്നൊക്കെ കഥയിൽ എഴുതി വയ്ക്കുമായിരുന്നു. നിങ്ങൾക്ക് വല്ല വൈദ്യുതിയും പ്രവഹിക്കുന്നുണ്ടോ? നിങ്ങളൊരു കൂട്ടുകാരിയെ കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും, ഇല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷ പോലും മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാവന സ്വാഭാവികമായിട്ട് മാറുന്നു. ഈ ഭാവനയുടെ മാറ്റം എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് പറയാനാണ് ഈ പ്രഭാഷണം ഞാൻ ഉപയോഗിക്കുന്നത്. ഭാവിയുടെ വെളിച്ചത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഭാവി എങ്ങനെ നമ്മെ ഉരുക്കി വാർത്തെടുത്ത് മറ്റൊന്നായിരിക്കുന്നു. കേരളത്തിലെ സാഹിത്യ പഠനം കുറച്ച് നാളായി, പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സാഹിത്യ പഠനം സംസ്കൃതക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സിദ്ധാന്തത്തിൻ്റെ പിടിയിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. MA ക്ലാസ് പഠിക്കുന്നവരില്ലേ ഇതിനകത്ത്? നിങ്ങൾ സിദ്ധാന്തവാദികളാണോ? സിദ്ധാന്തം പഠിക്കുകയില്ലേ? ഏതൊക്കെ സിദ്ധാന്തങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്? എന്തോ ഉറക്കെ പറ. ഘടനാവാദം, ഉത്തരഘടനാവാദം മുതൽ എവിടം വരെ എത്തും? ഡീകൺസ്ട്രക്ഷൻ വരെ, അല്ലേ? സൈക്കോ അനാലിസിസ്. അപ്പം സിദ്ധാന്തമാണ്. സിദ്ധാന്തം പഠിച്ചു കഴിഞ്ഞാലല്ലേ മനസ്സിലായല്ലോ, അല്ലേ? എല്ലാം മനസ്സിലായിട്ടില്ലെന്നാണോ? മനസ്സിലാക്കാൻ ശ്രമിച്ചു വരുന്നതേ ഉള്ളൂ, തീരുമാനമായിട്ടില്ല എന്നാണോ? അപ്പം എന്തായാലും സിദ്ധാന്തമാണ്. എന്നാൽ സിദ്ധാന്തത്തിൻ്റെ കാലം പതുക്കെ കഴിയുകയാണ്. സാഹിത്യ പഠനത്തിൽ സിദ്ധാന്തത്തിൽ നിന്ന് പോസ്റ്റ് തിയറിയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് സിദ്ധാന്തം പഠിക്കാതിരിക്കാൻ നിവർത്തിയില്ല. സിദ്ധാന്തം പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പോസ്റ്റ് തിയറിയിലേക്ക് നീങ്ങാൻ പറ്റൂ. അത് സാഹിത്യ പഠനത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്, സാഹിത്യ പഠനത്തിൻ്റെ സ്വഭാവം മാറുന്നത് എന്തുകൊണ്ടാണ്? സാഹിത്യത്തിൻ്റെ സ്വഭാവം മാറുന്നത് കൊണ്ടാണ്. ആണല്ലോ.
സംശയമില്ലല്ലോ. മുമ്പ് സാഹിത്യമെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്ന വ്യവസ്ഥാപിതമായ സാഹിത്യ രചനാരീതികൾ മാറുകയും പുതിയ പരിഗണനാ വിഷയങ്ങൾ സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഈ സാഹിത്യ പരിഗണനാ വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ ഭാവനാ ജീവിതത്തെ കൂടുതൽ പ്രസരിപ്പുള്ളതാക്കി തീർക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. ഒരു ഉദാഹരണത്തിന് സമീപകാലത്ത് വന്ന പ്രധാനപ്പെട്ട നോവലുകൾ ശ്രദ്ധിക്കുക. മുമ്പ് എഴുതിയിരുന്നത് പോലുള്ള നോവലുകളല്ല. കഥയെക്കുറിച്ചുള്ള, കഥ പറച്ചിലിനെക്കുറിച്ചുള്ള, നാറേറ്റീവിനെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളിൽ, എന്തിന് പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ മോഡേണിസം വരെയുള്ള സങ്കല്പങ്ങളിൽ നിന്ന് മാറിയ ഒരു സങ്കല്പം. പ്രത്യേകിച്ച് മോഡേണിസം മാറി 90കളുടെ അവസാനവും 2000ത്തിൻ്റെ തുടക്കത്തിലും ഉത്തരാധുനികത എന്ന് വിമർശകർ പേരിട്ട ഒരു പുതിയ മൂവ്മെൻറ്റ് വന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിലെ നോവലുകൾ വരുന്നു. ആ നോവലുകൾ വരുന്നതോടുകൂടി നമ്മുടെ ഭാവനയുടെ സ്വഭാവം മാറുന്നു. ഭാവന അതുവരെ ഉണ്ടായിരുന്ന കൃത്യമായ അതിർത്തി രേഖകൾക്കകത്ത് നിന്നുകൊണ്ട് ജീവിതത്തെയും ഭാഷയെയും സാഹിത്യത്തെയും സമീപിച്ചിരുന്ന സമ്പ്രദായങ്ങൾ മാറാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന് ഫ്രാൻസിസ് സിട്ടിക്കോര എന്ന നോവൽ നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായിച്ചില്ലേ? വായിച്ചു. നോവൽ എന്ന് നിങ്ങൾക്ക് പരമ്പരാഗതമായ ലക്ഷണങ്ങൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു കൃതിയാണ് ബെന്യാമിൻ്റെ ആട് ജീവിതം. അത് നോവലാണെന്ന് പറയാൻ പറ്റുമോ? അതൊരു റിപ്പോർട്ടാഷിൻ്റെ ശൈലിയാണ്. ഒരു പത്രലേഖകൻ എഴുതുന്ന ന്യൂസ് പേപ്പർ ഫീച്ചറിൻ്റെ സ്വഭാവമുള്ള ഒരു ശൈലിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. KR മീരയുടെ ആരാച്ചാറാണ് ആ കൂട്ടത്തിൽ കഥാഘടന നിർത്തുന്ന പരമ്പരാഗത നോവലുമായൊരു ബന്ധം നിലനിർത്തിയത്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം എന്ന് പറഞ്ഞ കൃതിയാകട്ടെ നറേറ്റീവിൽ ഒരു ഗെയിമിംഗ് നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇല്ലേ? പലതരം കഥ പറച്ചിലിങ്ങനെ കൂട്ടിയിണക്കല്ലേ, ഭാവി കാലത്തെ എപ്പോഴും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ലൂപ്പ് എന്ന് പറയുന്ന വാക്യങ്ങളാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ വളയം. ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറയും, ഈ കഥാപാത്രം 20 കൊല്ലത്തിന് ശേഷം ഒരു ചൊവ്വാഴ്ച രാവിലെ പാലത്തിൽ നിന്ന് താഴെ വീണ് മരിക്കാനിരിക്കുകയാണ് എന്ന് ആദ്യമേ പറയും. ഇങ്ങനൊരു വാക്യ നോവലില്ല. അത് ലൂപ്പ് എന്നാണ് ആ വാക്യത്തിന് പേര്. ഇത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ഇൻവെൻറ്റ് ചെയ്ത ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ ലൂപ്പ് വാക്യങ്ങൾ, അപരിചിതമായ കഥാ രീതികൾ. നിങ്ങൾ ആലുവയിലെ മാർത്താണ്ഡവർമ്മ പാലം കണ്ടിട്ടുണ്ടോ? ആലുവ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് അങ്ങ് പോവുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് കൊച്ചി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആലുവ കഴിഞ്ഞിട്ട്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ പെരിയാർ നമ്മൾ ഇങ്ങനെ നിൽക്കും. പെരിയാറിൻ്റെ പുറത്ത് തിരുവിതാംകൂർ സർക്കാർ കെട്ടിയ ഒരു പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം. അത് മാർത്താണ്ഡവർമ്മ എന്ന പഴയ രാജാവിൻ്റെ പേരിലല്ല, പിൽക്കാലത്തെ ഇളയ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അത് ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ആ പാലത്തിനിട്ട പേരാണ് മാർത്താണ്ഡവർമ്മ പാലം. മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ സൈഡിലിങ്ങനെ സാധാരണ പാലങ്ങൾ നിരത്തിയല്ലേ കൈവരി കെട്ടുക. ഇത് 3 ഒരു തരംഗം പോലെയാണ്, 3 അത് പെരിയാറിലെ ഓളത്തിൻ്റെ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നോവൽ മുഴുവൻ ഈ തരംഗത്തിൻ്റെ ഒരു സ്വഭാവം, ഈ 3 കാലങ്ങളെ കൂട്ടിയിണക്കുന്ന തരംഗത്തിൻ്റെ ഘടനാ നോവലിൽ കൊണ്ടുവരാൻ നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അധ്യാപകരായ 2 നോവലിസ്റ്റുകൾ, അപ്പോൾ രാജശ്രീയുടെയും ജിസയുടെയും നോവലുകളെക്കുറിച്ച് അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതിൽ അത് അനൗചിത്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രശംസയാണെന്ന് അവരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു. അല്ല, അങ്ങനെയല്ലേ വേണ്ടത്? ഉചിതജ്ഞത എന്നുള്ളതല്ലേ. ഔചിത്യ വിചാര ചർച്ച എന്നൊരു പുസ്തകം എഴുതിയിട്ടില്ലേ? ആരാ? ക്ഷേമേന്ദ്രൻ അല്ലേ? സാഹിത്യത്തിലെ പരമമായ ക്വാളിറ്റിയുടെ പേര്. സാഹിത്യത്തെ മാത്രമല്ല, ആളുകളുടെ പെരുമാറ്റത്തിലും അധ്യയനത്തിലും അധ്യാപനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രഭാഷണത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഗുണത്തിൻ്റെ പേരാകുന്നു ഔചിത്യം. അതല്ല കേട്ടോ ഔചിത്യം ക്ഷേമേന്ദ്രൻ പറഞ്ഞത്. അത് വേറെ കാര്യമാണ്. വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവ അസ്ഥാനത്തുള്ള പ്രയോഗം, അത് ഉചിതജ്ഞതയോടുകൂടി ആ സന്ദർഭത്തിന് ചേരുന്ന വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം. അപ്പോൾ ഇവരിൽ ഈ 2 നോവലിസ്റ്റുകളെ മാറ്റി നിർത്തിയിട്ട് പുതിയ നോവലിലേക്ക് വരും. ഞാനിപ്പോൾ ഹരീഷ് എന്ന് പറഞ്ഞ നോവലിസ്റ്റിനെ എടുക്കാം. ഈ ഫേസ്ബുക്കിലെ സാഹിത്യ ചർച്ചയെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഹരീഷിന് നോവൽ കൊടുക്കണോ, മറ്റേ എന്താ പ്രൈസ് വയലാർ അവാർഡ് കൊടുക്കണോ, മീശ ശരിയായോ, മീശ താഴോട്ട് വയ്ക്കണോ, മേലോട്ട് വയ്ക്കണോ തുടങ്ങിയ ചർച്ചകളല്ല. മറിച്ച് ഹരീഷിൻ്റെ പുതിയ നോവൽ നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? ഏതാണ്? ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അധ്യാപകരുടെ അല്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞേ. വല്ലാത്തൊരു ചതിയായി പോയല്ലേ. ദയവായിട്ട് ക്ലാസ്സിൽ പറയും പോലെ പറയരുത്. ഇത് കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം? മഹാകള്ളത്തരമല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നേ? വെരി ഗുഡ്, നന്നായി. അപ്പോൾ അതാണ്
സാഹിത്യം കെട്ടുകഥയെന്ന് അയാൾ തെളിയിച്ചത് നമ്മുടെ മുമ്പിലല്ലേ? സത്യത്തിൽ ഈ സാഹിത്യം വിശുദ്ധമായൊരു നുണയല്ലാതെ മറ്റൊന്നുമല്ല, ആണോ? എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യമാണെന്നത്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവും ഗുണവും അതാണ്. നോവൽ ഒരു മഹാ കള്ളത്തരം പിടിച്ച സാഹിത്യരൂപം ആണ്. ഈ കള്ളത്തരം കൊണ്ടാണ് അത് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യരൂപമായി മാറിയത്. നമുക്ക് ചെറുകിട കള്ളങ്ങൾ ചെയ്യാൻ ഇഷ്ടമല്ലേ? ഒരു കള്ളം പറഞ്ഞില്ലേ സത്യത്തിൽ ഒരു സമാധാനമില്ല നമുക്ക്, അല്ലേ? കള്ളങ്ങൾ പറയാറില്ല. നിങ്ങൾ കള്ളം പറയാത്ത മഹാത്മാഗാന്ധി എന്നൊന്നും അവകാശപ്പെടരുതേ, ഞാൻ പരാജയപ്പെട്ടു പോകും. കാരണം ഈ കൊച്ചു കൊച്ചു കള്ളങ്ങൾ ഭാവനകളാണ്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്ത ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ നോവലിൻ്റെ പ്രശ്നം, നോവൽ എല്ലായ്പ്പോഴും ഞാൻ നോവലല്ല എന്ന് നടിച്ചുകൊണ്ടേയിരിക്കും. നോവൽ എന്താ പറയുന്നത്? ഫിക്ഷൻ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കെട്ടുകഥയാണ്, കൽപ്പിത കഥയാണ്. പക്ഷേ നോവൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, റിയലിസം എന്ന് പറയും. അപ്പോൾ സ്വന്തം ഫിക്ഷനാലിറ്റി, സ്വന്തം കൽപ്പിതത്വം, താൻ ഒരു കഥയാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാരൂപമാണ് നോവൽ. സത്യത്തിൽ ഇതൊരു കെട്ടുകഥയാണ്. ഈ കെട്ടുകഥയ്ക്കകത്ത് കെട്ടുകഥ നിർമ്മിക്കുന്ന വഞ്ചനയിലെ ചതി എന്ന് പറയില്ലേ? വഞ്ചനയിൽ ചതി പാടുണ്ടോ? വഞ്ചനയിലെ ചതിയായി ഈ നോവൽ ചെയ്യുന്നത്. യാഥാർത്ഥ്യമാണ് ഞാൻ എന്ന് നടിച്ചുകൊണ്ട് ഒരു ഫിക്ഷനായി ജീവിക്കുന്ന ഈ കലാരൂപത്തിൻ്റെ ഒരു സ്വഭാവം ഈ നോവൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്താണ്? അയാഥാർത്ഥ്യത്തെ അത് യാഥാർത്ഥ്യമായി അവതരിപ്പിക്കുന്നു. സമകാലിക നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് റിയലിസത്തിൻ്റെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. റിയലിസം തകഴി ശിവശങ്കരപിള്ളയുടെയും ബഷീറിൻ്റെയും കേശവദേവിൻ്റെയും എന്തിന് ഒ വി വിജയൻ വരെ എത്തിച്ചേരുന്ന റിയലിസം ഒരിക്കലും പിടിവിടാത്ത ഏറ്റവും ശക്തമായ നോവൽ പാരമ്പര്യമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു കഥയുണ്ടോ എന്ന് നോക്കാറില്ലേ? ഉണ്ടോ? ആ കഥ നമ്മുടെ ജീവിതമായിട്ട് എവിടെയെങ്കിലും സമരസപ്പെടുന്നുണ്ടോ, സമാന്തരപ്പെടുന്നുണ്ടോ നോക്കുന്നത് ഈ റിയലിസത്തെക്കുറിച്ചുള്ള ബോധം, ഫോട്ടോഗ്രാഫിയോടുള്ള നമ്മുടെ ബോധമാണ്. അത് ഫോട്ടോഗ്രാഫി ഒറിജിനലായിട്ട് തരുന്ന പറയുന്നത്. ആ റിയൽ ആയിരിക്കണം നമുക്കെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമ്മുടെ റിയലിസത്തിൻ്റെ പിടി നമ്മളിൽ പോവുകയില്ല. ഈ റിയലിസത്തെ അട്ടിമറിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമം റിയലിസ്റ്റിക്കായ രീതിയിൽ എഴുതുന്ന കഥയിലൂടെയാണ് ഈ നോവൽ ചെയ്യുന്നത്. ഇതാണ് റിയലിസത്തിന് നേരെ ഉയർത്തിയ, അതായത് ആധുനികതയ്ക്ക്, എം മുകുന്ദൻ്റെയോ വിജയൻ്റെയോ തലമുറയ്ക്ക്, ആനന്ദിൻ്റെ തലമുറയ്ക്ക് കഴിയാതെ പോയ കാര്യം. റിയലിസത്തെ പരിപൂർണമായും വെല്ലുവിളിച്ച ഒരു പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വേണമെങ്കിൽ ഉത്തരാധുനിക നോവൽ തന്നെ നിങ്ങൾ വിളിച്ചോളൂ, അത് പഴയ ആ പാരമ്പര്യത്തെ മുഴുവൻ, ആ റിയലിസ്റ്റിക് നറേറ്റീവിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മുഴുവൻ നിഷേധിക്കുകയും നോവലിൻ്റെ ഫിക്ഷണാലിറ്റിയിൽ ഊന്നുന്നു. ഇതുവരെയും നോവൽ ഊന്നിയിരുന്നത് അത് യാഥാർത്ഥ്യത്തോടുള്ള ബന്ധം, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനം, അങ്ങനെയല്ലേ ക്ലാസ് മുറികളിൽ നമ്മൾ പഠിക്കുന്നത്? നോവലല്ല പിന്നെന്തോന്നാ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. സാമൂഹ്യ യാഥാർത്ഥ്യം പ്രതിഫലിപ്പിക്കേണ്ട ലേഖനം എഴുതിയ പോരെ? ഒരുത്തൻ്റെ ജീവിത കഥ പറയാൻ ഒരു എഴുത്തുകാരൻ്റെ ജീവിത യാഥാർത്ഥ്യം അത്ര ആവിഷ്കരിക്കുന്നത്, അതിന് ആത്മകഥ എഴുതിയ പോരെ? നോവൽ എഴുതുന്നത് ഫിക്ഷന് വേണ്ടി മാത്രമാണ്, ഫിക്ഷണാലിറ്റിക്ക് വേണ്ടിയാണ്, അല്ലേ? സാഹിത്യത്തിൻ്റെ, കഥയുടെയും നോവലിൻ്റെ ഏറ്റവും വലിയ ഗുണം അവ കഥയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഥ പറച്ചിലിൻ്റെ സ്വഭാവം കെട്ടുകഥകളെ നിർമ്മിക്കലാണ്. അതുകൊണ്ട് അത് കള്ളത്തെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കുന്നു. ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ നോവൽ വായിച്ച ഒരുപാട് പാവം നിഷ്കളങ്കരായ വായനക്കാർ ടി.ഡി. രാമകൃഷ്ണൻ കാണാൻ അവസരം കിട്ടിയപ്പോൾ നേരിട്ടും അല്ലാതെ ഫോണിലും ഇമെയിൽ വഴിയൊക്കെ ചോദിച്ചു, സാറേ ഈ കുന്നംകുളത്തിൻ്റെ അടിയിൽ മറ്റേ സാമഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലേ, കുന്നംകുളത്തിൻ്റെ അടിയിൽ മുഴുവൻ ഗുഹാദ്വാരങ്ങൾ കിടക്കുകയാണ്. കാറ്റക്കോംസ് റോമിലൊക്കെ ഉണ്ട്, അത് പാരീസിലൊക്കെ ഉണ്ട്. ഈ നഗരത്തിൻ്റെ അടിയിൽ മാലിന്യമൊക്കെ പോകാനുള്ള വലിയ സ്ഥലങ്ങളിങ്ങനെ കിടപ്പുണ്ട്. അതിനകത്തൂടെയൊക്കെ ചില ആക്ഷൻ സിനിമയൊക്കെ കണ്ടാൽ അതിനകത്തൂടെയൊക്കെ ഓടുന്നതൊക്കെ കാണാം. കാറ്റക്കോംസ് ഉണ്ട്. അതുപോലെ കുന്നംകുളത്തിൻ്റെ അടിയിൽ ഇതെല്ലാം ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയോ? ശരിക്കുണ്ടെന്ന് തോന്നും. അത് തോന്നിച്ചതിലാണ് രാമകൃഷ്ണൻ്റെ കള്ളത്തരം ഇരിക്കുന്നത്. രണ്ടാമത്, നക്ഷത്രക്കോര എന്നൊരു പുസ്തകമില്ലേ, ആ പുസ്തകം എവിടെ കിട്ടുന്ന ഒരുപാട് പേര് അന്വേഷിക്കാൻ തുടങ്ങി. അതായത് ഇമാജിനറി ബുക്സ്, ഇല്ലാത്ത പുസ്തകങ്ങളെക്കുറിച്ച്, ഇല്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച്, ഇല്ലാത്ത ചരിത്രത്തെക്കുറിച്ച് അവ വിശ്വസനീയമായ തരത്തിൽ ഇത് സത്യമാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നോവലിസ്റ്റ് എഴുതുന്നു. ഇപ്പം നോവലിസ്റ്റ് പറ്റിക്കുകയല്ല, ഇത് നോവലാണെന്ന് നിങ്ങൾക്കറിയാം, ഇത് കെട്ടുകഥയാണെന്നറിയാം, ഇത് ഫിക്ഷനാണെന്നറിയാം, എന്നിട്ടും നിങ്ങളിതിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, റിയലിനെക്കുറിച്ച് ഉള്ള ഇതെല്ലാം മാറ്റിവെക്കുകയും പുതിയൊരു റിയൽ സങ്കല്പം കൊണ്ടുവരികയും ചെയ്യുന്നു. അതാണ് ഈ നോവലിൻ്റെ പ്രത്യേകത. അത് ഈ എല്ലാ നോവലുകളിലും ആ പുതിയ തലം 2000-ന് ശേഷം വരുന്ന നോവലുകളിലെല്ലാം കാണാം. ഇതിവിടെ നമ്മൾ ഇങ്ങേയറ്റം എത്തുമ്പോൾ ഹരീഷിൻ്റെ നോവലിലേക്ക് വരുമ്പോൾ അത് കൗണ്ടർ ഫാക്ച്വൽ ഫിക്ഷൻ എന്നാണ്.
വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നും അതിനൊരു പേരുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് എപ്പോഴും കൗണ്ടർ ഫാക്ച്വൽ ഫിക്ഷൻ എന്നാണ്. നടന്നിട്ടില്ലാത്ത ഇഫ് എന്നാണത്. ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയെങ്കിൽ, നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും. ഇത് ഹരീഷ് ഒരു ദിവസം ഇൻവെൻറ്റ് ചെയ്തതല്ല. സത്യത്തിൽ ഇത് നേരത്തെ തന്നെ വിദേശത്തൊക്കെ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടതാണ്. ഒരു ഉദാഹരണത്തിന് പ്ലോട്ട് എന്ന് പറഞ്ഞ പ്ലോട്ട് അഗെയിൻസ്റ്റ് അമേരിക്ക എന്നൊരു നോവലുണ്ട്. അത് ഫിലിപ്പ് റൗത്ത് എന്ന് പറഞ്ഞ നോവലിസ്റ്റ് എഴുതിയതാണ്. എന്താണ് നോവലിൻ്റെ പേര്? പ്ലോട്ട് അഗെയിൻസ്റ്റ് അമേരിക്ക. ഒരു പക്ഷേ റോത്ത് ഒരു ജൂത വംശജനായ നോവലിസ്റ്റാണ്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അമേരിക്കൻ നോവലിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഫിലിപ്പ് റോത്ത് എന്ന് പറയാവുന്ന ചെറിയ നോവലുകളാണ് പലതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമാന്യം വലിയ നോവലുകളൊന്നാണ് പ്ലോട്ട് അഗെയിൻസ്റ്റ് അമേരിക്ക, അമേരിക്കയ്ക്കെതിരെയുള്ള ഗൂഢാലോചന. അതായത് കാര്യം എത്രയേ ഉള്ളൂ. ചാൾസ് ലിൻബർഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാഹസങ്ങളിലൊന്ന് അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹം ഒരൊറ്റ എഞ്ചിനുള്ള ഒരു ചെറിയ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട് പറത്തി. അന്ന് വരെ അത് സാധ്യമല്ലായിരുന്നു. ഒരു വിമാനം കടൽ ക്രോസ് ചെയ്യാൻ പോലെ അതിനിടയ്ക്ക് അതിൻ്റെ ഇന്ധനം തീർന്ന് താഴെ വീഴുമായിരുന്നു. പക്ഷേ അതോടുകൂടി ഇൻ്റർകോണ്ടിനെൻ്റൽ ഫ്ലൈറ്റ് സാധ്യമായി. ലോകത്തിൻ്റെ സ്വഭാവം തന്നെ മാറി മറിഞ്ഞു. ഇൻ്റർകോണ്ടിനെൻ്റൽ ഫ്ലൈറ്റ്, നിർത്താതെ പറക്കുന്ന വിമാനങ്ങൾ. ആ സാഹസം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അമേരിക്കൻ ഹീറോകളിലൊന്നായി അദ്ദേഹത്തെ മാറ്റി. അങ്ങനെ ആ താരത്തിളക്കത്തിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. നിർഭാഗ്യവശാൽ ഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. എന്നാൽ അദ്ദേഹം ജയിച്ചെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നോവലിൽ. അദ്ദേഹം ജയിച്ചെങ്കിൽ അദ്ദേഹത്തിന് ജൂതവിരോധമുണ്ടായിരുന്നു, ഒന്നാമത്. രണ്ടാമത്, ജൂതവിരോധമായിരുന്നല്ലോ രണ്ടാം ലോക യുദ്ധത്തിലെ വിഷയം. ജൂതന്മാരെ മുഴുവൻ കൊല്ലുകയായിരുന്നില്ലേ നമ്മുടെ അവിടുത്തെ ആള്? ആരാ? മറ്റേ ജർമ്മനിയിലെ മീശക്കാരൻ, ശുദ്ധമേ മോശക്കാരൻ എന്നൊരു പാട്ടുണ്ടായിരുന്നു പണ്ട്. ആരാണ്? ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലറുമായി ഒരു രഹസ്യ പാക്കേജ് ഉണ്ടാക്കി അമേരിക്ക. അങ്ങനെ അമേരിക്കയിലെ ജൂതന്മാരെ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു ആൻറ്റി ജൂ ആയിട്ട്, ആൻറ്റി സെമിറ്റിക് ആയിട്ട്, അത് ജൂതർക്ക് നേരെ തിരിയും, അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് നേരെ തിരിയും, ഹിന്ദുക്കൾക്ക് നേരെ തിരിയും. അങ്ങനെ ഒരു അമേരിക്കൻ ഹിറ്റ്ലറും അമേരിക്കയും ഒത്തുചേരുന്നു. ചരിത്രത്തിൽ സംഭവിച്ച എന്താ? ഹിറ്റ്ലറിനെതിരെ അമേരിക്ക നിന്നു, ബ്രിട്ടനും റഷ്യയും ഒരുമിച്ച് നിന്നു. പരസ്പര ശത്രുക്കളായ രാജ്യങ്ങളാണെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കുകയും അവസാനം ഹിറ്റ്ലറെ ഇല്ലാതാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ലിബറലിസത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. റഷ്യയും ബ്രിട്ടനും അത് തന്നെ പറഞ്ഞു. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇന്ത്യയിൽ എന്തോന്നാ ചെയ്തിരുന്നത്? ജനാധിപത്യമൊന്നും ഇല്ലാതാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ യുദ്ധത്തിൽ ഹിറ്റ്ലർ ലോകം മുഴുവൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇന്ന് നാസി എന്ന വാക്ക് കേട്ടാൽ നമുക്ക് എന്തോ കൊടും ഭീകരൻ അല്ലേ അർത്ഥം? ഹിറ്റ്ലറാണ് ജയിച്ചെങ്കിലോ എന്തായിരുന്നേ? ഇതെല്ലാം ശരിയായിരുന്നു നമ്മൾ വിശ്വസിക്കും, ഇല്ലേ? ആണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം ചരിത്രത്തിൻ്റെ സ്വഭാവം ഇത് മാത്രമാണ്. സത്യത്തിൽ ചരിത്രം ഇത്രയേ ഉള്ളൂ. എന്ന് മാറ്റി എഴുതിയാൽ മാത്രം നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഗതികളിൽ എന്തെന്നാ? പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതുക, പാഠപുസ്തകങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന കൺവെൻഷണൽ സിലബസിലേക്ക് ഒരു 2 പാഠം കൂടെ വയ്ക്കുക. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ഹീറോസിനെ കൊണ്ടുവരിക. ഇതുവരെ കേട്ട സംഭവങ്ങളെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുക. അപ്പോൾ എന്തും വ്യാഖ്യാനം മാത്രമാണ് തെളിയുക. അപ്പോൾ നോവലും ഒരു വ്യാഖ്യാനമാണ്. ചരിത്രത്തിൻ്റെ നേരത്തെ ഈ കുട്ടി പറഞ്ഞില്ലേ, വേറൊരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അനേകങ്ങളായ പെർസ്പെക്റ്റീവുകളുടെ സാധ്യത വ്യാജ ചരിത്രങ്ങൾ നിർമ്മിക്കുന്നതിനകത്ത്, വ്യാജ സത്യങ്ങൾ നിർമ്മിക്കുന്നതിനകത്തെ ലോകത്തെ കൊണ്ട് ചെന്ന് ചാടിക്കും. ഈ വ്യാജ ചരിത്ര നിർമ്മാണത്തെ തന്നെയാണ് ഫിലിപ്പ് റോത്ത് ഈ നോവലിലൂടെ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അമേരിക്കയിൽ പ്രസിഡന്റായി ലിൻബർഗ് വന്നെങ്കിൽ ലോകം എങ്ങനെ മാറിപ്പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് ഹരീഷിൻ്റെ നോവലിൽ ഹരീഷും പറഞ്ഞത്. 1917 എന്ന നോവലിൽ അദ്ദേഹം പറയുന്നത് 1949 നമ്മൾ തിരുവനന്തപുരത്ത് കൊടിയേറുകയും തിരുവിതാംകൂർ എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഒരു സ്വതന്ത്ര രാജ്യം നിലവിൽ വന്നിരുന്നെങ്കിൽ, ഹരീഷിൻ്റെ നോവൽ ശരിയായെങ്കിൽ ഞാൻ ഇവിടെ വന്നത് പാസ്പോർട്ടുമായിട്ടായിരുന്നേനെ, അല്ലേ? എനിക്ക് പാസ്പോർട്ട് ഇല്ലാതെ വരാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം നമ്മുടെ നോവൽ ഭാവനയിൽ ഇത്ര എത്തി നിൽക്കുമ്പോൾ ഇതാണ് നമ്മുടെ നോവലിൽ വന്നിരിക്കുന്നത്. കൗണ്ടർ ഫാക്ച്വൽ ഫിക്ഷൻ വരെ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഭാവനയുടെ മറ്റാകാശങ്ങളിലേക്ക് നീങ്ങുന്നു. ആ ആകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പഴയതല്ലാത്ത രീതിയിൽ നോക്കി തുടങ്ങുന്നു.
നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നോവൽ സാഹിത്യത്തിൽ സ്ത്രീ പാർക്കുന്ന ഇടങ്ങൾ ആദ്യമായി രൂപപ്പെടുന്നു. ഇതിനു മുമ്പ് അങ്ങ് നോവലിൽ നായികമാരില്ലെന്നോ പെണ്ണുങ്ങളാരും ഇല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞേ, മറിച്ച് സ്ത്രീയുടെ നോവൽ വരുന്നു. ഇതുവരെയും നമ്മൾ സ്ത്രീ ജീവിതത്തെ മാർക്ക് ചെയ്തതുപോലെ അല്ല സാഹിത്യം ഇനി സ്ത്രീ ജീവിതത്തെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പുതിയ നോവലുകൾ ഇത് പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീയെ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്, ഇതുവരെ നമ്മുടെ സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിൽ പാർത്തിരുന്ന പുറമ്പോക്ക് മനുഷ്യരെ, പൊതുവേ മലയാളത്തിൽ പാർശ്വവൽകൃതർ, പ്രാന്തവൽകൃതർ എന്നൊക്കെ പറഞ്ഞുള്ള കടുത്ത വാക്കുകളാണ് പ്രയോഗിക്കാറുള്ളത് അല്ലേ? പ്രാന്തവൽക്കരണം എന്നൊക്കെ നിങ്ങൾ രാവിലെ പറയില്ല, പാർശ്വവൽക്കരണം എന്ന്. സത്യത്തിൽ ഇതിൻ്റെ മലയാളം പുറമ്പോക്കെന്നാണ്. പുറമ്പോക്ക് മനുഷ്യരെയാണ് ഈ പാർശ്വവൽകൃതർ എന്ന് പറയുന്നത്. ഈ പുറമ്പോക്ക് മനുഷ്യരെ നമ്മുടെ ജീവിത സാഹിത്യം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എത്ര മാർജിനൽ മനുഷ്യരാണ് നമ്മുടെ സാഹിത്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. പുതിയ നോവലുകൾ നോക്കൂ, പുതിയ എഴുത്തുകാർ വരുന്നു. എവിടെ നിന്ന്? നമ്മുടെ സമൂഹ സാഹിത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആദിവാസി ഭാഷകളുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡയലക്റ്റുകളുണ്ട്. ഡയലക്റ്റുകളെയെല്ലാം ഞാനും നിങ്ങളുമൊക്കെ സ്വന്തം ഡയലക്റ്റുകളിലല്ലേ സംസാരിക്കുന്ന വീട്ടിൽ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന റെട്ടറിക്കാണ്. അത് ഞാൻ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാനകമായൊരു ഭാഷ ഉണ്ടാക്കി വളരെ കൃത്രിമമായൊരു ഭാഷയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ കൃത്രിമത്വം അഴിഞ്ഞു വീഴുകയും ഞാനൊരു തനി തിരുവനന്തപുരത്തുകാരനെ പോലെ തിരുവനന്തപുരത്ത് ആക്സെൻറ്റിൽ സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ തദ്ദേശീയമായ ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ തദ്ദേശീയമായ ഡയലക്റ്റുകളെ മുഴുവൻ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടി, സാഹിത്യത്തിൻ്റെ പൊതു തത്വങ്ങൾക്ക് വേണ്ടി അമർച്ച ചെയ്തുള്ള രചനാ സമ്പ്രദായമാണ് നറേറ്റീവിൽ ഇതുവരെയും ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ എഴുത്തുകാർ എന്ത് ചെയ്യുന്നു? അവർ സംസാരിക്കുന്നത് പോലെ എഴുതി ഈ തദ്ദേശീയതയെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയലക്റ്റിൽ തന്നെ എഴുതുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, ചിലപ്പോൾ ഫുട് നോട്ട് വേണ്ടി വരും. പക്ഷേ ഡയലക്റ്റ് ഒരാളിനെ തന്നെ എഴുതുന്നതിന് തുല്യം ആണ്. ഒരു പ്രത്യേക സാമൂഹ്യ ഗണത്തിൽപ്പെട്ട, ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ഒരാളിൻ്റെ സംഭാഷണ ശൈലിയിൽ ഒരു നോവൽ എഴുതുമ്പോഴേക്കും അത് ഡയലക്റ്റോളജിക്കോ ഉള്ള സംഭാവനയല്ല, മറിച്ച് അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ജനതയെ നമ്മൾ നോവലിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. സത്യത്തിൽ റിയലിസ്റ്റ് നോവലിൻ്റെ കാലത്ത് ഇത്തരം ഒരുപാട് സാമാന്യ ജനങ്ങളെക്കുറിച്ചാണ് തകഴിയൊക്കെ എഴുതിയതല്ലേ? ഉദാഹരണത്തിന് രണ്ടിടങ്ങഴി എന്ന നോവൽ. പക്ഷേ രണ്ടിടങ്ങഴി എന്ന നോവലിൽ വളരെ കുറച്ചു ഭാഗത്ത് മാത്രമേ ആ ദളിത മനുഷ്യർ, ആ തൊഴിലാളികളായ ആ മനുഷ്യർ അവരുടെ ഭാഷയെ സംസാരിക്കുന്നുള്ളൂ. വല്ല തമ്പ്രാന്ന് വിളിക്കുമ്പോഴോ ഒക്കെ ഉള്ളൂ. പക്ഷേ ബാക്കി ഭാഗത്ത് മുഴുവൻ സംസാരിക്കുന്ന ആരാ? അവർക്ക് വേണ്ടി തകഴിയാണ് സംസാരിക്കുന്നത്. തകഴി അദ്ദേഹം സ്റ്റാൻഡേർഡൈസ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പുതിയ നോവലിൽ അങ്ങനെയല്ല. അത് ആളുകളുടെ തദ്ദേശീയ ഭാഷകളെ, തദ്ദേശീയമായ ഭാഷാഭേദങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ഒറ്റ മനുഷ്യരെ നോവലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ സ്ത്രീ വരുന്നു, ഒറ്റ മനുഷ്യർ വരുന്നു, തദ്ദേശീയ ഭാഷകൾ വരുന്നു, സമൂഹത്തിൻ്റെ അരികുകളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട എഴുത്തുകാർ ഉണ്ടായി വരുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മാസികകൾ ആദിവാസികളുടെ ഡയലക്റ്റുകളിലുള്ള കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. ഓർമ്മയില്ലേ? സുകുമാരൻ ചാലികദ്ദയൊക്കെ ഇല്ലേ പത്രാധിപരെ വിളിച്ചു. അപ്പോൾ അത് കവിതയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇടത്തെ പേജിൽ ചാലികദ്ദയുടെ കവിത ആദിവാസി ഭാഷയിൽ, വലത്തെ പേജിൽ അതിൻ്റെ മലയാള പരിഭാഷ. അപ്പം ഞാൻ പത്രാധിപരെ വിളിച്ച് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പരിഭാഷയുടെ ഔദാര്യമാണോ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ പരിഭാഷ ഇല്ലാതെ ഇത് മനസ്സിലാവില്ലേ? നിങ്ങൾ രണ്ട് ഫുട് നോട്ട് ഇട്ടാൽ പോരെ. അപ്പം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മലയാളത്തിലേക്ക് സുകുമാരൻ ചാലികദ്ദയെ ഉയർത്തിയെടുത്ത് അനുഗ്രഹിക്കുകയാണ്. ഇത് പഴയ രാജാവ് പട്ടമളയും കൊടുക്കുമ്പോഴത്തെ ഒരു പരിപാടിയല്ലേ? ആണോ? അല്ലേ? ഇടതുവശത്ത് മാർജിൻ, ഇടതുവശത്തല്ലേ മാർജിൻ ഇടുന്നത്? ഇടതുവശത്ത് ഇട്ട് തുടങ്ങിയോ? അപ്പോൾ ഇടതുവശത്തെ മാർജിനിൽ ആദിവാസി കവി നിൽക്കുന്നു. അപ്പം നമ്മുടെ വലതുവശത്തെ റൈറ്റിംഗ് പേജ് ഉണ്ടല്ലോ, ആ പേജിൽ നമ്മൾ അതിൻ്റെ വിവർത്തനം കൊടുത്ത് അയാളെ നമ്മുടെ സാഹിത്യത്തിൻ്റെ മഹാപാരമ്പര്യത്തിലേക്ക് പ്രതിഷ്ഠാപനം ചെയ്യുന്നു. ഈ ഇൻസ്റ്റലേഷൻ അത്ര സുഖകരമായ കാര്യമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയത്. എൻ്റെ ആഹ്വാനം കൊണ്ടാകണമെന്നില്ല, അതൊരു അവലക്ഷണമാണെന്ന് അവർക്ക് തോന്നിക്കാണാം. ഇപ്പോൾ അതല്ലാതെ തന്നെ ആ കവിതകൾ വരുന്നു. ഇത് മാത്രമാണോ നമ്മുടെ ഭാവന? ഇനി ഒന്നും എഴുതാനില്ലേ നമുക്ക്? ഇതെല്ലാം മഹത്തായ നോവലിൻ്റെ കാര്യം. മലയാളത്തിൽ ക്രൈം നോവൽ തിരിച്ചു വന്നു നിങ്ങൾക്കറിയാം. ക്രൈം നോവൽ വേണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അധമ സാഹിത്യമായിട്ട് പൊതുവെ അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് ക്രൈം ഫിക്ഷൻ അല്ലേ? നിങ്ങൾ ക്രൈം നോവലൊക്കെ വായിക്കുന്നുണ്ടോ? ക്രൈം നോവൽ വായിച്ചിട്ടില്ല? വായിച്ചിട്ടില്ലേ? ഷെർലക് ഹോംസ് വായിച്ചിട്ടില്ലേ? അവസാനത്തെ പേജ് കളഞ്ഞുപോയൊരു ഡിറ്റക്റ്റീവ് നോവലിനെ സങ്കല്പിച്ച് നോക്കൂ. അല്ല, എന്ത് സംഭവിക്കും? ക്രൈം നോവൽ മലയാളത്തിൽ തിരിച്ചു വരികയാണ്. ക്രൈമിൻ്റെ എണ്ണം ഇന്നലെയും തലശ്ശേരിയിൽ ഉണ്ടായില്ലേ?
ഉണ്ടായില്ല. എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. റോഡിന് ഇപ്പോൾ ആളുകൾ പറയുന്നത് സൈഡ് കൊടുക്കാതിരുന്ന ഉടനെ ഇറങ്ങി കുത്തിക്കൊല്ലുന്ന കാലത്താണ് കേരളം ജീവിക്കുന്നത് എന്നാണ്. അങ്ങനെ 2 സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്തും ഈ കണ്ണൂരും ഉണ്ടായി. അപ്പോൾ അങ്ങനെ സമനില പാലിച്ചു. അപ്പോൾ ഈ ക്രൈം ഫിക്ഷൻ വരുന്നു. മാത്രമല്ല, ക്രൈം ഫിക്ഷൻ്റെ നറേറ്റീവ് ടെക്നിക്കൽ, ക്രൈം ഫിക്ഷൻ്റെ ആഖ്യാന തന്ത്രങ്ങൾ മേജർ നോവലിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഈ ടി ഡി രാമകൃഷ്ണനൊക്കെ ക്രൈം ഫിക്ഷൻ്റെ ഉപയോഗിച്ചത്. KR മീരയുടെ ഘാതകൻ എന്ന് പറഞ്ഞ നോവല് മുഴുവൻ ക്രൈം ഫിക്ഷൻ്റെ രീതിയിൽ എഴുതിയിരിക്കും. ആ നോവൽ വായിച്ചോ ആരെങ്കിലും? വലിയ കനമുള്ള നോവലാണ്. അപ്പോൾ ആ നോവലും ക്രൈം ഫിക്ഷൻ്റെ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, അതേ മെത്തഡോളജിയിലാണ്, അതേ നറേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നോവൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അധസ്ഥിതം എന്ന് പറയുന്ന സാഹിത്യ രൂപങ്ങൾ പുനരുപയോഗം നടത്തുന്നു. അങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വരുന്നു. മാത്രമല്ല, ആളുകൾക്ക് വേണ്ടിയുള്ള ജനപ്രിയമായ ക്രൈം നോവലുകൾ വീണ്ടും വായനശാലകളിൽ എത്തുകയും ആളുകൾ വായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സയൻസ് ഫിക്ഷൻ മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഉണ്ടാകാതെ പോയ. സയൻസ് ഫിക്ഷൻ എന്ന പേരിൽ ആളുകൾ സയൻസ് ഫിക്ഷൻ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ശാസ്ത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും വലിയ പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് സയൻസ് ഫിക്ഷൻ ഉണ്ടാകാത്തത് എന്ന് എന്നെ എല്ലായ്പ്പോഴും അലട്ടുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ മലയാള അധ്യാപകർക്ക് അത് മനസ്സിലാകുമായിരിക്കും. പൊതുവേ ഞാനും മലയാളം പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ മലയാളം പഠിച്ച കാലത്തൊക്കെ അത് ആ പഴയ കാലമെന്ന് ഞാൻ വിചാരിച്ചത്. സയൻസ് പഠിക്കുന്നവരുടെയൊക്കെ വിചാരം സയൻസാണ് വിഷയം, ബാക്കി മലയാളമൊക്കെ പഠിക്കുന്നത് ഒക്കെ നിസ്സാരമായ എന്തോ ഒരു കുറഞ്ഞ കാര്യമാണ്, അല്ലേ? അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ലേ? എന്താ ടീച്ചറെ? എന്നാൽ ഈ സയൻസുകാർ ഭാവന ഇതിനാവശ്യമാണെന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറല്ല. സത്യത്തിൽ സാഹിത്യം പഠിച്ച, മലയാള സാഹിത്യം വല്ലതും പഠിച്ച ഒരാൾ സയൻസ് ഫിക്ഷൻ എഴുതിയാൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താ? നമുക്ക് ഈ സയൻസിൻ്റെ പല കാര്യങ്ങളും തെറ്റിപ്പോകാൻ വഴിയുണ്ട്. പക്ഷേ സയൻസ് പഠിച്ചവർക്ക് എഴുതിക്കൂടെ? എന്തുകൊണ്ടാണ് സയൻസ് ഫിക്ഷൻ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ രൂപങ്ങളിലൊന്നാണ് സയൻസ് ഫിക്ഷൻ? കാരണം സയൻസ് ഫിക്ഷൻ നമ്മളെ സാമാന്യ തലത്തിൽ നിന്ന് ഉയർത്തുകയും ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഭാവിയെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനം വന്ന കാലത്ത് സാമാന്യേന നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നെറ്റ് ഉപയോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഞാനൊരു ന്യൂസ് പേപ്പറിലാണ് ജോലി ചെയ്തത് എന്നുള്ളതിൻ്റെ സൗകര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ സാമാന്യമായിട്ട് അന്നൊക്കെ 40 രൂപ 1 മണിക്കൂർ നേരം ഒരു ഇൻ്റർനെറ്റ് ബ്രൗസിങ് സെൻറ്ററിൽ പോയി ബ്രൗസ് ചെയ്യാനായിട്ട്. 40 രൂപ വലിയ തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, 95 എന്ന് പറഞ്ഞാൽ കൊല്ലം എത്രയായി? മറ്റേ മലയാളക്കാരായതുകൊണ്ട് ഞാൻ കണക്ക് ചോദിക്കുന്നില്ല. അപ്പോഴേ 8 നിലയിൽ പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് 27 കൊല്ലമായി, ഇല്ലേ? 27 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് 40 രൂപ കൊടുക്കണം 1 മണിക്കൂറിന്. പക്ഷേ അന്ന് ന്യൂസ് പേപ്പറുകളൊക്കെ ലീസ്ഡ് ലൈനിലാണ് ഇൻ്റർനെറ്റ്. ഇന്നത്തെ പോലുള്ള സ്പീഡ് ലൈനൊന്നും വന്നില്ല. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച്, ഇൻ്റർനെറ്റ് എങ്ങനെ നമ്മുടെ ഭാവനയെ മാറ്റും, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഗതി വരികയാണ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഹൈപ്പർ ലിങ്കിങ്ങും ഹൈപ്പർ ടെക്സ്റ്റും നമ്മുടെ റൈറ്റിങ്ങിൻ്റെ അടിസ്ഥാന ഘടനയെ തന്നെ തകർക്കുമെന്നും നമ്മളെ ഭാവനയുടെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും എന്ന് ഒരു തോന്നുന്നൊരു ഉൾവിളി എനിക്കുണ്ടായതല്ല. എൻ്റെ വായനയിലും വിവേകത്തിൽ നിന്ന് അല്ലെങ്കിൽ സാഹിത്യത്തെ പിന്തുടരുന്ന എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ കാലത്ത് തന്നെ ഞാൻ ഈ സൈബർ ഫിക്ഷൻ വരും, ആ സൈബർ ഫിക്ഷൻ വന്ന ചില കൃതികളെ വച്ചും ഒക്കെ ഞാനത് എഴുതാൻ ശ്രമിക്കുകയുണ്ടായി. അത് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുകയും ഇന്നിപ്പം പാഠ്യപദ്ധതിയുടെയൊക്കെ ഭാഗമാണ്. അത്തരം പഠനങ്ങൾ വന്നെങ്കിലും സത്യത്തിൽ ഇൻ്റർനെറ്റിൽ നോവൽ എഴുതുന്നവരുണ്ട്. അപ്പോൾ രാജശ്രീയുടെ നോവൽ തന്നെ ഫേസ്ബുക്കിലാണ് അവർ എഴുതിയത്. ഫേസ്ബുക്കിൽ വളരെ സീരിയസ് ആയിട്ട് അതിമനോഹരമായി എഴുതുന്ന ആളുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ വളരെ സജീവമല്ലേ? ഇൻസ്റ്റഗ്രാമിൽ സജീവമല്ലാത്തവരെല്ലാം ഉടനെ സജീവമാകേണ്ടതാണ്. ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളെ ഷെയർ ചെയ്യാനുള്ള വലിയ സോഷ്യൽ സ്പേസസ്. അത് പരദൂഷണത്തിനും ആത്മരതിക്കുമുള്ള സാധനങ്ങളാക്കി മാറ്റാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് നിങ്ങൾ ഇനി തുടങ്ങാൻ. ഭാവിയുടെ വെളിച്ചം എന്ന് പറയുന്നത് അതാണ്. ഈ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ മാറ്റിമറിച്ച് ഭാവനയും സാഹിത്യത്തെയും നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ എഴുതാനുള്ള സാധ്യതകൾ, ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ സാധ്യതകൾ നമ്മുടെ ഫിക്ഷനിലേക്ക് വരുന്നതേ ഇല്ല. ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഹൈപ്പർ റീഡിങ് അത് സാധ്യമാക്കുന്നു. നിങ്ങളെ ഒരേ സമയം പലതരം വിൻഡോകളിലേക്ക് കൊണ്ടുപോകും. ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്ക്രീനിൽ പല വിൻഡോകൾ തുറന്നിട്ടൂടെ? ഒരേ സമയം പലത് വായിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരൊറ്റ അധ്യായത്തിൽ, ഒരു നറേറ്റീവിൽ അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നത്? വേറൊരു കാലം അവതരിപ്പിക്കാനായിട്ട് ഈ കാലസൂചകങ്ങളെ മുഴുവൻ ഒരൊറ്റ പേജിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ആഖ്യാനത്തിൻ്റെ രീതികൾ നമുക്ക് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. ഇനി
നമുക്കില്ലാത്തത് നമുക്ക് സയൻസ് ഫിക്ഷൻ വികസിപ്പിക്കേണ്ടതുണ്ട്, നറേറ്റീവിൻ്റെ പുതിയ രീതികൾ വികസിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലെ എത്രയെങ്കിലും പ്രദേശങ്ങൾ, എത്രയെങ്കിലും ജീവിതങ്ങൾ നമ്മുടെ സാഹിത്യത്തിൽ ഇപ്പോഴും പ്രതിനിധാനം ചെയ്യപ്പെടുന്നതേയില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ, ദളിതർ, ട്രാൻസ്ജെൻഡേഴ്സ് ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യപ്പെടാത്തതുപോലെ കേരളത്തിലെ എത്രയോ അവികസിതങ്ങളായ മേഖലകൾ, അല്ലെങ്കിൽ പരിചയമില്ലാത്ത വിദൂരങ്ങളായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള സാഹിത്യകൃതികൾ ആ നാട്ടിലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന നോവലുകളുണ്ട്. പക്ഷേ ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രസാധകൻ ഇത് ഇറക്കും, അവിടെ മാത്രം. ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ല, കാസർഗോഡ് ജില്ലയിലെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തെയ്യക്കലാകാരന്മാരുടെ ജീവിതത്തെക്കുറിച്ച്, അത്തരം ജാതികളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള നോവലുകൾ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു പുസ്തകശാല പ്രസിദ്ധീകരിച്ചാൽ അതെവിടം വരെ എത്തും? കോഴിക്കോട് വരെ എത്തും. നെയ്യാറ്റിൻകരയുടെ ജീവിതത്തെക്കുറിച്ച്, തെക്കൻ കേരളത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതായത് തെക്കൻ കേരളത്തിൻ്റെ പ്രശ്നമുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പലതും ഇന്ന് കന്യാകുമാരി ജില്ലയിൽ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അവിടെയുള്ള ജീവിതത്തെക്കുറിച്ച് ഉള്ള നോവലുകൾ നമ്മുടെ സാഹിത്യത്തിലേക്ക് വന്നാൽ അത് കൊല്ലം ജില്ല കടന്ന് ഇങ്ങോട്ട് വരികയില്ല. അപ്പോൾ വളരെ ചെറിയ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരൊറ്റ ഭാഷ സംസാരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പോലും നമ്മുടെ ജോഗ്രഫി തന്നെ നമ്മൾ ഇതുപോലെ ഇൻവെൻറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. നമ്മുടെ അവികസിതങ്ങളായ പ്രദേശങ്ങൾ, പ്രതിനിധാനം ചെയ്യപ്പെടാത്ത പ്രദേശങ്ങൾ, പ്രതിനിധാനം ചെയ്യപ്പെടാത്ത ജീവിതങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവയെ പ്രതിനിധാനം ചെയ്യുന്ന സാഹിത്യം എഴുതാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സാഹിത്യം ചരിത്രത്തിൻ്റെ നിഴലിൽ നിന്ന് ഭാവിയുടെ വെളിച്ചത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? ആരാണ്? നെഞ്ച് കൈവച്ച് ഞങ്ങൾ എന്ന് പറയണം. വേണ്ടാത്തടത്തൊക്കെ നെഞ്ച് കൈവയ്ക്കും. ഒരാവശ്യത്തിന് ഒരു ധൈര്യമായിട്ടൊരു പുതിയ പ്രവർത്തനത്തിൽ വെച്ചാൽ ഞാൻ ചെയ്യാം, അടിയൻ ലച്ചിപ്പോന്ന് പറയാൻ ആരും വരികയില്ല. എന്തുകൊണ്ട് നിങ്ങൾ എഴുത്തുകാരാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നിങ്ങൾ വായനക്കാർ മാത്രമാണ്. വായനക്കാർ എഴുത്തുകാരായാൽ മാത്രമേ ഈ എഴുത്തുകാരെഴുതിയ മണ്ടത്തരങ്ങളെല്ലാം പരാജയപ്പെടുകയും യഥാർത്ഥത്തിലുള്ള സാഹിത്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പുസ്തകത്തിൻ്റെ 250 കൊല്ലം ആചരിക്കുന്ന ഒരിടത്തും ആചരണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുക 250 കൊല്ലമാണ്, ഭയങ്കരമാണ്, പുസ്തകമാണ് നമ്മളെ മോചിപ്പിച്ചത് എന്ന്. ആരും അതൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആചരിച്ചോ? ചന്തുമേനോൻ്റെ പ്രതിമയില്ലാത്തൊരു നഗരത്തിലല്ലേ? അബ്ദുൽ കലാമിൻ്റെ പ്രതിമ വരെ ഉണ്ട്. ചന്തുമേനോൻ്റെ പ്രതിമയില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ, അല്ലേ? ചന്തുമേനോൻ അത്ര പോരാ അല്ലേ? എന്താ? സ്കൂളുണ്ട്. തിരുവനന്തപുരത്ത് പോലെ. തിരുവനന്തപുരത്ത് CV രാമപിള്ളയ്ക്ക് മാത്രമാണ് സ്മാരകം ഇല്ലാത്തത്. ബാക്കി വൈലോപ്പിള്ളിക്ക് വരെ ഉണ്ട്. ആ നഗരത്തിനകത്ത് ജീവിച്ച് ആ നഗരത്തെക്കുറിച്ച് മാത്രം എഴുതി ആ നഗരത്തിലെ ഏറ്റവും വലിയ ഹീറോ ആയിരുന്നു, യുവജനങ്ങളുടെ ഹീറോ ആയിരുന്നു. അദ്ദേഹത്തിനൊരു സ്മാരകമില്ല. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ളത് ഒരു പൊളിഞ്ഞ വായനശാലയാണ്. ആ വായനശാലയിൽ പുസ്തകമില്ല, അത് തുറന്നിട്ടുമില്ല. ഈ വായനശാല ഉണ്ടാക്കിയത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ്. ഒരു നോവലിസ്റ്റ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ആരാധകർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല ഉണ്ടാക്കി. പിന്നെ അത് തുറന്നിട്ടില്ല. ആ കാലത്ത് അത് അസ്തമിച്ചു പോയതാണ്. അന്നത്തെ വായനയ്ക്ക് വായിച്ചിരുന്നു. അവസാനം ഒരു പ്രതിമ ഉണ്ടാക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവിടുത്തെ സർക്കാരുകളുടെ പിറകെ കാലുപിടിച്ച് 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. അങ്ങനെ 10 ലക്ഷം 30 ലക്ഷം രൂപ സംഘടിപ്പിച്ച് മാണി സാറാണ് ആദ്യം തുടങ്ങി. പിന്നെ അടുത്ത വർഷം വന്നപ്പോൾ സഹായിച്ചു. മാറി മാറി സർക്കാർ വന്ന് അവസാനം ഒരു പ്രതിമ ഉണ്ടാക്കി. ഞാൻ സ്ഥിരം പ്രതിമ ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് ഒരാളെ കണ്ടുപിടിച്ചത്, ഒരു ശില്പിയെ. ഉണ്ണിക്കാനായി എന്ന് പറഞ്ഞാൽ യങ്ങായൊരു ശില്പി. അദ്ദേഹം CV-യുടെ ഒരു മുഴുവൻ പ്രതിമ ഉണ്ടാക്കാൻ പൈസ ഉണ്ടായില്ല. മലയാളത്തിലെ അതും 6 അടിയിലധികം പൊക്കമുള്ള നോവലിസ്റ്റ് അല്ലേ? നോവലുകളെല്ലാം 6-6.5 അടിയല്ലേ CV-യുടെ? നമ്മൾ വായിക്കുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ അത്രയും കരുത്തുള്ള നോവലിസ്റ്റുള്ള ഒരു നോവലുകൾ എഴുതിയ CV രാമപിള്ള ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറ്റിയില്ല. ബസ്റ്റ് ഉണ്ടാക്കാനേ പറ്റില്ല, ഊർധ്വകായ പ്രതിമ. അപ്പോൾ ഒരു പ്രതിമ ഉണ്ടാക്കി. അപ്പോൾ അത് വയ്ക്കാൻ സ്ഥലം വേണം. തിരുവനന്തപുരത്ത് 110 പ്രതിമയുണ്ട്, പബ്ലിക് സ്കൾപ്ചേഴ്സ്. അതിനകത്ത് AKG ഉണ്ട്. അവിടെ ഗ്രീക്ക് വൈദ്യദേവനായ, നമ്മൾ അശ്വനി ദേവകളെന്നൊക്കെ പറയും, ഗ്രീക്കുകാരുടെ വൈദ്യദേവനായ എപ്പിസ്കുലീസിൻ്റെ പ്രതിമയുണ്ട് തിരുവനന്തപുരത്ത്. ഹിപ്പക്രാറ്റീസിൻ്റെ പ്രതിമയുണ്ട്. യൂറി ഗഗാറിൻ്റെ പ്രതിമയുണ്ട്. മറ്റേ ഇത് സ്ഥാപിച്ച റെഡ് ക്രോസ് സ്ഥാപിച്ച ഓൺട്രി ദുനാൻഡിൻ്റെ പ്രതിമയുണ്ട്. എത്രയെങ്കിലും ഗാന്ധി, എത്രയെങ്കിലും അംബേദ്കർ, കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എല്ലാവരും ഉണ്ട്. CV രാമപിള്ള ഇല്ല. പ്രതിമ വയ്ക്കാൻ സ്ഥലമില്ല. എവിടെ ചെന്നാലും അതോ അത് പറ്റില്ല, തരാൻ പറ്റില്ല, അത് PWയുടെ വകയാണ്, മറ്റേതാണ് മറിച്ചത്. അവസാനം പബ്ലിക് ലൈബ്രറിയിൽ വയ്ക്കാൻ തീരുമാനിച്ചു. പബ്ലിക് ലൈബ്രറിയിൽ വലിയ പ്രതിമ ഉണ്ട് ഉള്ളൂരിൻ്റെ. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, തിരുവനന്തപുരത്തുകാർ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാവുന്ന നിങ്ങളുടെ ലൈബ്രറിയാണ്. അവിടെ പ്രതിമ വയ്ക്കാൻ ചെന്നപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത ആളുകൾ. ഒരു ഊർധ്വകായ പ്രതിമ വെച്ചാൽ
ഈ ലൈബ്രറിയിൽ ആദ്യകാല മെമ്പർമാരൊരാളായിരുന്നു ശ്രീരാംപിള്ള. കേസ് കൊടുത്തു. ഈ കേസ് ഒഴിവാക്കി എങ്ങനെയെന്നറിയാമോ? കേസും വിവരാവകാശം കേസ് കൊടുക്കൽ ഇത് വലിയ പ്രശ്നമാണ്, ഇവിടെ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് അവസാനം ഇതിനൊരു പിണറായി വിജയനാണ് രക്ഷിച്ചത്. ശ്രീരാംപിള്ള ഇതിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയനെ ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ വരാമെന്ന്. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസം മാറ്റി വയ്ക്കാവോ പരിപാടി എന്ന് ചോദിച്ചു. 2 ദിവസം എനിക്ക് മാറ്റി വെക്കണം, ആ ദിവസം എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനത്തിനാണ് ഉദ്ഘാടനം വെച്ചത്. അപ്പോൾ 2 ദിവസത്തെ 100ാം ജന്മദിനത്തിന് പരിപാടി 3 ദിവസത്തെ ആഘോഷമാക്കി മാറ്റി. മുഖ്യമന്ത്രി വരുന്നു എന്നുള്ള പേരിൽ മാത്രം എല്ലാ പ്രതിഷേധവും അവസാനിക്കുകയും സി വി രാമപിള്ള രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ സി വി രാമപിള്ളയെ രക്ഷിച്ച യഥാർത്ഥ ആളാരാണ്? ഈ കോളേജിൽ പഠിച്ച ഒരു ആൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാവന ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നിങ്ങളാണ് ഈ ഭാവനയിൽ ഇടപെടേണ്ടത്. മുതിർന്നവരുടെ കാലം അവസാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ അൺഎക്സ്പ്ലോർഡായ മേഖലകളിൽ, പര്യവേക്ഷണങ്ങൾ നടക്കാത്ത മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ നാവികരായി തീരുന്നുള്ളൂ. ഞാൻ ഒരു മഴയത്ത് ഒരു കുരിശടിയുടെ അവിടെ കയറി നിന്നു. മഴ പെയ്തപ്പോൾ കുരിശടി, എൻ്റെ വീടിനടുത്തുള്ള കുരിശടിയാണ്. അപ്പോൾ ഈ കുരിശടിയിലും പള്ളിയുടെ ഈ ഒക്കെ മതിലൊക്കെ ഈ ബൈബിളിലെ വാക്യങ്ങൾ എഴുതിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുരിശടിയിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ വാക്യമായിട്ട് വായിച്ച് കാണാതെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോൾ ബൈബിളിൽ ഇല്ലാത്തൊരു വാക്യം അതിനകത്ത് എഴുതിയിരിക്കും. അതൊരു ആഫ്രിക്കൻ പഴമൊഴി എന്ന പേരിലാണ്. ആ വാക്യം ഇതായിരുന്നു: ശാന്തമായ കടൽ വിദഗ്ധനായ നാവികനെ സൃഷ്ടിക്കുന്നതേയില്ല. ശാന്തമായ കടലുകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഭാവിയുടെ വെളിച്ചങ്ങളാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പുതിയ ലോകങ്ങളെ സ്വപ്നം കാണാനുള്ള പ്രേരണയുള്ള കുട്ടികളായി തീരണമെങ്കിൽ നിങ്ങൾ എഴുത്തുകാരായി തീരണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനെഴുത്തുകാരാൻ ഉള്ള മാർഗം ഇതുവരെയും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത, ഇപ്പോഴുള്ള മുതിർന്ന നോവലിസ്റ്റുകളെല്ലാം ആരും ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലകൾ എക്സ്പ്ലോർ ചെയ്താണ് വിജയം വരിച്ചത്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സാഹിത്യം, നമ്മുടെ കല, നമ്മുടെ വാസ്തുവിദ്യ, നമ്മുടെ സിനിമ, ഇതെല്ലാം ഇനിയും അൺഎക്സ്പ്ലോർഡായ മേഖലകളിലേക്ക് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സയൻസ് ഫിക്ഷൻ ആയാലും ക്രൈം ഫിക്ഷൻ ആയാലും പോപ്പുലർ ഫിക്ഷനെ തന്നെ മാറ്റിമറിക്കുന്ന രചനാ സംവിധാനങ്ങളായാലും നമുക്ക് എഴുതാൻ കഴിയും. എനിക്ക് എൻ്റെ സംശയം, ഹാരി പോട്ടർ വൻ പൈസ കൊടുത്ത് ഹാരി പോട്ടർ ക്യൂ നിന്ന് വായിച്ചു കേരളത്തിലെ കുട്ടികൾ. നിങ്ങളും വായിച്ചില്ലേ? ഹാരി പോട്ടർക്ക് ട്രാൻസ്ലേഷനെങ്കിലും വായിച്ചു കാണില്ലേ? ഹാരി പോട്ടർ വായിച്ചു. എന്തേ ഇത്രയും അമ്മൂമ്മ കഥകളും നാടോടി കഥകളും കുട്ടിച്ചാത്തനും ഒന്നും കേരളത്തിലില്ലേ? 100,000 കുട്ടിച്ചാത്തൻ കഥകളും യക്ഷിക്കഥകളും നിറഞ്ഞ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഫാൻറ്റസി ഉണ്ടാകാതെ പോയത്? അപ്പം നിങ്ങളുടെ മുമ്പിൽ ഭയങ്കരമായ വലിയ സാധ്യതകൾ തുറന്നു കിടക്കുന്നു. സയൻസ് ഫിക്ഷൻ്റെ, ഫാൻറ്റസിയുടെ, പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ. അങ്ങനെ സാഹിത്യത്തെ പരമ്പരാഗതമായ നിർവചനങ്ങൾക്കും വിഭജനങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ഒരു പുതിയ സാഹിത്യത്തിൻ്റെ സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. അത്തരമൊരു സാഹിത്യത്തിൻ്റെ സാധ്യതയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ, അതാണ് യഥാർത്ഥത്തിൽ ഭാവിയുടെ വെളിച്ചം എന്നെനിക്ക് തോന്നുന്നത്. ഞാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമചിത്തതയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്വന്തം ആശയങ്ങൾ പറയാനോ പ്രസംഗിക്കാനോ ഒരു സംവാദം, നിങ്ങളിപ്പോൾ കുറേ ജനഗണമനയൊന്നും പഠിക്കളയരുത്, എന്തെങ്കിലും പറയാനുണ്ടോ? ഏതോ സിനിമയിൽ മോഹൻലാൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു, ഭാരതമാതാ കീ ജയ്ന്ന് ഇന്നസെൻ്റ് പറയുന്ന പോലെ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സംവദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ. മടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെ സംശയം ചോദിച്ചാൽ ശരിയാകുമെന്നൊന്നും വിചാരിക്കും. ഇത് മാത്രമേ ഒരു അവസരമുള്ളൂ. നമസ്തേ. ഓഗസ്റ്റ് 17 കുറിച്ചിട്ടാണ് ചോദ്യം എന്നല്ല, ഒരു ചിന്തയാണ് വന്നത്. അതായത് സാർ മൈക്ക് ഇങ്ങനെ വെച്ചാൽ നന്നായി കേൾക്കാം എല്ലാവർക്കും. അതായത് സാർ പറഞ്ഞു കള്ളത്തെ യാഥാർത്ഥ്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കള്ളത്തെ കള്ളമായിട്ട് അവതരിപ്പിക്കുന്നതല്ലേ? അതായത് ഒരു പോസ്റ്റ് മോഡേൺ ആഖ്യാന ശൈലിയിൽ നിന്ന് പോസ്റ്റ് ട്രൂത്ത് ആഖ്യാന ശൈലിയിലേക്കുള്ള സാഹിത്യത്തിൻ്റെ ഒരു വളർച്ചയായിട്ട്, അതിൻ്റെ ഒരു നെടുന്തൂണായിട്ട് ഓഗസ്റ്റ് 17 എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് സത്യാനന്തരം എന്നുള്ളൊരു പ്രയോഗത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് സാഹിത്യത്തിൻ്റെ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആശയപരിസരമാണ് എനിക്ക് ഓഗസ്റ്റ് 17 തോന്നിയിട്ടുണ്ടായിട്ടുള്ളത്. ആ കള്ളം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ചരിത്രം
മറ്റൊരു ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ ബോധം അനുസരിച്ചിട്ടും കൂടി അതിനെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു കള്ളമായിട്ടായിരിക്കുമല്ലോ, നമ്മൾ ഒരു തരത്തിൽ അതിൽ ചെറിയൊരു കളവിൻ്റെ അംശമെങ്കിലും ചരിത്രത്തിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ആ ഒരു അവതരണമായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 17 കാണുന്നത്? പേരെന്താണ്? സിദ്ധാർത്ഥ് അവസാനം പറഞ്ഞ സിദ്ധാർത്ഥ് ആദ്യം പറഞ്ഞതിനെതിരാണ് കേട്ടോ. അപ്പോൾ സിദ്ധാർത്ഥേ, ഒന്ന് അത് ഒരു കഥാഖ്യാന തന്ത്രമാണ്. നിങ്ങളെ കഥ എന്ന് എഴുതി പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ നോവലിനിട്ട പേര് കഥയെന്ന്. ശരിയല്ലേ? നിങ്ങളെ കഥ എന്ന് എഴുതി പഠിപ്പിക്കാൻ ശമ്പളം വാങ്ങുന്ന, അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചർ കഥ എന്ന് എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ കഥ എന്ന് എഴുതിയാൽ ടീച്ചർ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിങ്ങളെ തെറ്റുപറ്റി മാർക്ക് തരൂല. അതൊരു നറേറ്റീവ് ടെക്നിക്കാണ്. ആണല്ലോ? ആണോ? ആണേ. ഇതും ഒരു നറേറ്റീവ് ടെക്നിക്കാണ്. അതായത് ഒരു ആഖ്യാന കൗശലം മാത്രമാണ്. ആ ആഖ്യാന കൗശലത്തിൽ ഈ നോവൽ റിവ്യൂ ചെയ്ത ഒരാളുണ്ടല്ലോ, സിദ്ധാർത്ഥ് വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഒരു നോവൽ റിവ്യൂ ചെയ്ത ആൾ ഒരു ലേഖനം മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയല്ല യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന്. ഇയാളെ എങ്ങനെ ഇപ്പം നന്നാക്കാൻ പറ്റുമോ നമ്മൾ വിചാരിച്ചാൽ? ഒരു കഥയല്ലേ, ഇല്ലേ? ഈ ഹാരി പോട്ടർ നോവലിലെ ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങളിൽ ഒന്ന്, മെമ്മറിയെ, നമ്മുടെ ഓർമ്മകൾ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴേ കൊള്ളൂലല്ലോ ഇതിനകത്തുനിന്ന്. ഇതിനെങ്ങനെ എടുക്കും? ഇടുന്നു പെൻസിൽ എന്നൊരു പാത്രത്തിലിട്ട് വയ്ക്കും നമ്മുടെ ഓർമ്മകളെ. ഈ ഡിക്ഷണറി ഓഫ് കസാർസ് എന്നൊരു നോവലുണ്ട്, സെർബിയൻ നോവലിസ്റ്റ് എഴുതിയതാണ്. അദ്ദേഹം അതിൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഫാൻറ്റസികളാണ്. ഒരു രാജകുമാരിയെ കയറി പ്രേമിച്ചു ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ രാജാവ് അവനെ പിടിച്ച് കെട്ടിത്തൂക്കിയത് ഒരു പുഴയിലേക്ക് ചാഞ്ഞേക്കുന്ന മരക്കൊമ്പിലാണ്, ഒരു കൂട്ടിലിട്ടു. അപ്പോൾ ഈ വെള്ളം പൊങ്ങി വരുമ്പോൾ ഇവിടുന്ന് ചീങ്കണ്ണിയൊക്കെ കയറി വരും, ഇവനെ കടിച്ച് തിന്നുകളയും. അപ്പോൾ അവൻ അവിടെ കിടന്ന് തലകീഴായി കിടന്നുകൊണ്ട് ഒരു പ്രേമലേഖനം അങ്ങ് എഴുതി. പല്ലുകൊണ്ടാണ് എഴുതിയത്. ഒരാമ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പൊങ്ങി പുറം കാണിച്ചു കൊടുക്കും. അവൻ പല്ലുകൊണ്ട് ആമത്തോട്, ലോകത്തെ ഏറ്റവും കട്ടിയുള്ള സാധനങ്ങളിലൊന്ന് ആമത്തോട്, ആ ആമത്തോടിൽ തൻ്റെ പ്രേമം രേഖപ്പെടുത്തി ആമ ഈ മുതുകും കൊണ്ടുപോയി കാമുകി രാജകുമാരിയെ കാണിച്ചു കൊടുത്തു എന്ന് ഭാവന ചെയ്യുന്നു. അപ്പോൾ അതൊരു ഇമാജിനേഷനാണ്. അപ്പോൾ ഭാവനയുടെ ഒരു അവസരമാണ് അത്. രണ്ടാമത് സിദ്ധാർത്ഥ് പറഞ്ഞത് എല്ലാ ചരിത്രങ്ങളിലും ഒരു കള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നാണ്. അതെന്താണെന്ന് അറിയാം, അത് പെർസ്പെക്റ്റീവാണ്. ഓരോ കാലത്തിലും ആളുകൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് വരാം. അതുകൊണ്ട് അന്തിമമായ ഒരു സത്യമില്ല. അപ്പോൾ അതൊരു തിയറട്ടിക്കൽ വശമാണ്. അന്തിമമായ സത്യമില്ല എന്ന് പറയുന്നത് ഒരു സൈദ്ധാന്തിക കൽപ്പന മാത്രമാണ്. നമുക്ക് സത്യം ഉണ്ടെന്നറിയാം. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ? ആണല്ലോ, ഇല്ലേ? സൂചി കൊണ്ട് കുത്തിയ വേദനിക്കുന്നുള്ളതും സത്യമാണ്. മറ്റത് ഒരു സത്യമില്ല, പല സത്യങ്ങളാണെന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ പ്രിമൈസസ് മാത്രമാണ്. അപ്പം അങ്ങനെ ഒരു തിയറട്ടിക്കലായ ഒരു കാര്യം മാത്രമാണ് നോവൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ അത് നിലവിലുള്ള ചരിത്രത്തിന് മുഴുവൻ മാറ്റി. ഈ റിവ്യൂവർ വിചാരിച്ചെന്തോന്നറിയോ? യഥാർത്ഥത്തിലുള്ള ചരിത്രം തിരുത്തി VS അച്യുതാനന്ദൻ മരിച്ചുപോയി എന്നതിനകത്തൊരു പ്രയോഗമുണ്ട് നോവലിൽ, ഇല്ലേ? അത് ഇയാൾക്ക് സഹിച്ചില്ല. VS മരിക്കാതെ കിടക്കുകയല്ലേ. അപ്പം ഈ റിവ്യൂകാരൻ വിചാരിച്ച് ഇങ്ങനെ വലിയ എഴുതി VS മരിച്ചു പോയാലോ എന്ന്. നമ്മൾ ഈ അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞാൽ ഫലിച്ചു എന്നൊക്കെ വിശ്വാസമില്ല. നിങ്ങൾക്കില്ല? കരുനാക്ക് കൊണ്ടൊന്നും പറയല്ലേ എന്ന് പറയില്ല? ഇല്ല, പറയൂല്ലേ? നിങ്ങൾ യുക്തിവാദികളാണെങ്കിലും കരുനാക്കൊക്കെ ഉണ്ട് നാട്ടിൽ. ഞാനിത് ഭയങ്കര കരുനാക്കുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങനെ ഒരു ആഖ്യാന തന്ത്രമായി എടുത്താൽ മതിയാകും. പക്ഷെ അത് ഓർമ്മിപ്പിക്കുന്നത് നോവലിൻ്റെ ഫിക്ഷണാലിറ്റി എന്ന ക്വാളിറ്റിയാണ്. ആ ഫിക്ഷണാലിറ്റിയിലൂടെ മാത്രം അത് വേറൊരു തരം യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കുക മാത്രമല്ല, ഈ ഫാഷിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എത്ര ആപൽക്കരമായൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് അത് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പറഞ്ഞു കടക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അത് എനിക്ക് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കിതൊക്കെ അറിയാം. നാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഫാഷിസത്തിന് ഒരു മുഖമല്ല പല മുഖമാണുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഒരു ഫാഷിസമല്ല, പല ഫാഷിസങ്ങളുണ്ട്. അതിലൊരു ഫാഷിസമാണ് ഈ നോവലിസ്റ്റ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നിങ്ങളത് വളരെ സീരിയസ് ആയി പുതിയ നോവലുകൾ വായിക്കുന്നു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നാണ് നോവൽ എഴുതി തുടങ്ങുന്നത്? എല്ലാവരും നോവൽ എഴുതണം കേട്ടോ. നോവലുകൾ യാഥാർത്ഥ്യത്തെ ശരി കൂടെ പ്രതിഫലിപ്പിക്കുന്ന
പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്, അതിന് ലേഖനം മതിയെന്ന്. പക്ഷേ ലേഖനം എത്ര പേര് വായിക്കും? അല്ലെങ്കിൽ ആസ്വാദികരമല്ലാത്ത ഒരു സാഹിത്യ സൃഷ്ടിയെ ലേഖനം എന്ന രീതിയിൽ നോവലിനെ മാറ്റി നിർത്തിയാൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു ലേഖനമോ എത്ര പേര് വായിക്കും? ഒരു പ്രഭാഷണം എത്ര പേര് കേൾക്കും? അപ്പം ആസ്വാദികരമായ രീതിയിൽ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ കൂടി സാഹിത്യത്തിന്റെ ബാധ്യതയില്ലേ? മറ്റൊരു വശത്ത് കള്ളങ്ങളെ കള്ളങ്ങളായും കള്ളങ്ങളെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാമെങ്കിൽ കൂടിയും മനുഷ്യൻ പുരോഗമിക്കും തോറും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ മുതലാളിത്തത്തിന്റെ കാലത്ത് അതിനെതിരെ ഉയർന്നു വന്ന തൊഴിലാളി സമരങ്ങളിൽ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരെയുള്ള ശക്തമായിട്ട് സാഹിത്യം മാറിയിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ ഈ യാഥാർത്ഥ്യത്തെ കുറച്ച് ഭാവനാത്മകമായി കുറച്ച് സ്വീകാര്യമായി അവതരിപ്പിക്കാനും നോവലിനും കവിതകൾക്കും ഒക്കെ സാധിച്ചിട്ടില്ല. അപ്പം അതും എല്ലാ കാലത്തും ആവശ്യമല്ലേ? എബിൻ ഇതൊരു പ്രശ്നമുണ്ട്. നോവലിലെ ഈ യാഥാർത്ഥ്യം ആവിഷ്കരിച്ചാൽ അതൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ആവണം എന്നില്ല. നോവലിലെ മാത്രം ഒരു ഫിക്ഷണൽ യാഥാർത്ഥ്യമാവുകയേ ഉള്ളൂ. ഇന്നലെ ഞാൻ അടൂരിനുമായിട്ടൊരു മുഖാമുഖം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ, ഒരു സാധാരണ കാഴ്ചക്കാരൻ, പല ചോദ്യങ്ങളും സാറിനോട് ചോദിക്കുന്നുണ്ട്. സാറിൻ്റെ പടത്തിൽ പാട്ടില്ലാത്തതെന്നൊക്കെ ചോദിച്ചു കളഞ്ഞു. അപ്പോൾ നല്ല ഉത്തരവും പുള്ളി പറഞ്ഞു. നല്ല രസമുണ്ട്. പുള്ളി പറഞ്ഞു, ഇഷ്ടംപോലെ പാട്ടില്ലേ ഈ നാട്ടിൽ, ഇനി ഞാനും കൂടെ ദ്രോഹിക്കണോ എന്ന് ചോദിച്ചു പുള്ളി ഒഴിഞ്ഞു. പക്ഷേ അതിലൊരു ചോദ്യം ചോദിച്ചാൽ, സാർ ഈ മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ കൂടുവരുന്നു. സാർ അടുത്തെടുക്കണ പടം ഈ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്ന ഒരു ഇതല്ല. അപ്പോൾ പുള്ളി വളരെ ബുദ്ധിപരമായിട്ട് നല്ല ഉത്തരം പറയും. ഇവിടെ ഒരു മയക്കുമരുന്ന് വളരെ വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ. പക്ഷേ സർക്കാരാണ് അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന. ഒരു ലഹരിയുടെ ക്യാമ്പയിൻ വരുന്നുണ്ട്, അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു നോവലിസ്റ്റിന്, ഒരു സിനിമാക്കാരനെ അതിന് നിർബന്ധിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ എന്ത് പറ്റും, അയാൾ ലിറ്ററേച്ചറിൻ്റെ ചില പ്രത്യേകതകളില്ലേ, അതൊക്കെ നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചില നാടകമൊക്കെ നടത്തൂലേ, ഇപ്പം മയക്കുമരുന്നിനെതിരെ തെരുവ് നാടകം നടത്തും. പക്ഷെ അത് നമ്മൾ ആ ആശയം കാണാൻ വേണ്ടി ഇരിക്കുന്നു. അതൊരു വലിയ കലാവിഷ്കാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ എല്ലാ കാലത്തെയും ചരിത്രപരവും രാഷ്ട്രീയവും ഒക്കെയുള്ള കാര്യങ്ങൾ നോവലിൽ വരുന്നുണ്ട്. അങ്ങനെ അത് പ്രതിഫലിക്കാവും. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ചൊരു നാടകം അല്ലെ ഒരു നോവൽ എഴുതാൻ തുടങ്ങിയാൽ അതെപ്പോഴും അതിൻ്റെ കലാംശങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കലാംശം നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരും. അപ്പം നമുക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ള നോവൽ മാത്രം നോക്കിയാൽ മതി. കലാംശമുള്ള നോവലുകൾ മാത്രമേ കുട്ടികളുടെ സിലബസിൽ പഠിക്കാൻ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാതെ കലയായിരിക്കട്ടെ ആദ്യം. ഇതൊരു ചെറിയ സാധനമല്ലേ കല. ലേഖനമൊക്കെ ആളുകൾ വായിക്കും കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുമാർ വഴി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസംഗം കേൾക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞ ആപ്പുണ്ടോ കയ്യിൽ? കുട്ടികളെ, നിങ്ങൾ 34 രൂപയുള്ളൂ മാസം. സ്റ്റോറി ടെൽ എന്നൊരു ആപ്പുണ്ട്. മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കഥകളും നോവലുകളും ഒക്കെ അതിനകത്ത് വായിച്ച് കേൾക്കാം. നിങ്ങൾ നടക്കാൻ പോകുമ്പോഴോ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ പാട്ട് കേൾക്കുന്ന പോലെ ഇത് ചെവി കുത്തിയാൽ മതിയോ ഹെഡ്സെറ്റ്. കഥകൾ വായിച്ച്, തകഴിയുടെ വെള്ളപ്പൊക്കത്തിലൊക്കെ രസകരമായിട്ട് അതിനകത്ത് വായിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ വന്നു കഴിഞ്ഞു. ലേനൊക്കെ വായിക്കും. സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം വെച്ചാൽ 1000 ആൾ കൂടുമായിരുന്നില്ലേ? പറ്റും. ഈ പ്രസംഗങ്ങളല്ലേ കേരളത്തെ മാറ്റിമറിച്ച്. രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്, ഇളകി മറിഞ്ഞിട്ടില്ലേ ആളുകൾ. വായനക്കാർ എഴുത്തുകാരായി മാറണം, ഇതുവരെ ആരും എഴുതാത്ത കാര്യങ്ങൾ എഴുതണം എന്നൊക്കെ പറഞ്ഞു. അപ്പം പുതിയ ആൾക്കാർ എഴുത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം കവിതയിലായാലും നോവലിലായാലും ഏത് സാഹിത്യ രൂപത്തിലേക്ക് വരുമ്പോഴും ഇതുവരെ അടയാളപ്പെടുത്തപ്പെട്ടവർ എന്തെഴുതുമ്പോഴും പ്രസാധകരായാലും ആഴ്ചപ്പതികളായാലും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. അത് നമ്മളിപ്പം വായനയിലേക്ക് വരുമ്പോൾ, ഇപ്പം ഒരു കവി അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് മുന്നേ എഴുതിയ കുറെ നല്ല രചനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ എഴുതുന്നത് എന്ത് തന്നെയായാലും സ്വീകരിക്കപ്പെടുന്ന ഒരു അപ്പം അതിനിടയിലേക്ക് പുതിയ എഴുത്തുകാർ വരുമ്പം, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇതുവരെ പിന്നെ എഴുതപ്പെടാത്ത കാര്യങ്ങളൊക്കെ എഴുതി ഒരു നോവൽ തന്നെ എഴുതി എന്ന് വിചാരിച്ചു. പക്ഷേ അതിന് കൃത്യമായൊരു സ്പേസ് കിട്ടണമെന്നില്ല. അത് സ്വാഭാവികമാണ്. അപ്പം അതിനെ നമ്മൾ ഒരു എഴുത്തിടം അല്ലെങ്കിൽ സാഹിത്യ ലോകം അതിനെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവരിക? അതിൽ എന്തൊക്കെ ഇടപെടലുകളാണ്? പേരെന്താ? ആതിര. വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? നോവലൊന്നും എഴുതിയില്ല. ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാം. അതായത് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പ്രസിദ്ധീകരണം കിട്ടൽ എളുപ്പമല്ല. ആദ്യം പറഞ്ഞ പ്രശ്നം പറയാം. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നല്ല നടന്മാരാണ്. പക്ഷെ പല സിനിമയും സഹിക്കാൻ പറ്റില്ല നമുക്ക്. അവരെ പേരിലല്ല ഇപ്പോഴൊക്കെ എടുക്കുന്ന സിനിമകളൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എഴുത്തുകാർക്ക് ഇത് സംഭവിക്കും. അപ്പോൾ ഈ സാഹിത്യ വിമർശകന്മാരുടെ യഥാർത്ഥ ജോലി ഇതാണ്. ഇയാളത് മഹാപ്പൊട്ട എഴുതി വെച്ചിരിക്കുക, ഇവിടെ നല്ലത് എഴുതി കൂടെ എന്നൊക്കെ അവരെഴുതണം. അല്ലെങ്കിൽ ബുക്ക് റിവേഴ്സ് എഴുതും. അവരത് ചെയ്യാറില്ല പലപ്പോഴും. സ്വാഭാവികമായിട്ട് പ്രശസ്തനായ ഒരാൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയതുപോലെ വീണ്ടും അയാൾക്ക് പ്രശസ്തി കിട്ടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ
പണ്ട് ഒരാളിന് എഴുത്തുകാരനായി തീരാനുള്ളതിനേക്കാൾ അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. കാരണം കുറേ കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ പ്രസാധന രംഗവും. പക്ഷേ മാസികകളുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. സാഹിത്യ മാസികകളുടെ എണ്ണം കൂടിയെങ്കിലും അവയുടെ പ്രചാരം കുറഞ്ഞു വരികയാണ്. കാരണം ഓൺലൈൻ വന്നതോടുകൂടി ഒരു വലിയ മണ്ഡലം അങ്ങോട്ട് മാറി. നിങ്ങൾക്ക് ഓൺലൈൻ വലിയൊരു സാധ്യതയാണ്. ഓൺലൈനിൽ ഒരുപാട് ലിറ്റററി ജേർണലുകളുണ്ട്. ഓൺലൈനിൽ നന്നായി എഴുതുന്നുണ്ട്. നിങ്ങൾക്കത് പരിചയമുണ്ടോ? പലതും നിങ്ങളത് അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് പ്രസിദ്ധീകരണം കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിനൊരു മിനിമം ക്വാളിറ്റി ഇല്ലെങ്കിൽ പബ്ലിഷേഴ്സ് തയ്യാറാവില്ല. പണ്ടത്തേനേക്കാൾ എത്രയോ പുതിയ ആളുകൾ ഓരോ ദിവസവും കടന്നു വരുന്നുണ്ട്. പിന്നെ എഴുത്ത് വലിയ ഒരു സമരമാണ്. വലിയ യുദ്ധം ചെയ്യണം, വലിയ പ്രിപ്പറേഷൻസ് വേണം, ഒരുപാട് തയ്യാറെടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. പണ്ടത്തെ ആളുകളെക്കാൾ ഭാഗ്യം ചെയ്ത തലമുറയിലാണ് നിങ്ങൾ. സന്തോഷ്, പണ്ടാണെങ്കിൽ നടക്കുമോ സന്തോഷ്? വലിയ പാടാണ്. മഹാകടോര പത്രാധിപന്മാരും മാതൃഭൂമി ആഴ്ചപ്പതിൻ്റെ വരാന്തയിൽ പോലും കയറ്റൂലായിരുന്നു, അല്ലേ? മാതൃഭൂമി ആഴ്ചപ്പതിലും ഇപ്പോഴും അതുണ്ടതുപോലെ തന്നെ അച്ചടിച്ചൊക്കെ പറഞ്ഞു വെച്ചാൽ വലിയ പാടാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സ്പേസിലാണ് സാഹിത്യം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം. നിങ്ങൾക്ക് പണ്ടൊന്നും ഇങ്ങനെ ആളുകൾ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുന്നൊന്നും ആരും ഒന്നും പറയുപോലും ഇല്ലായിരുന്നു. സാഹിത്യപരമായി സാഹിത്യം എഴുതിയ നിങ്ങൾ വായിച്ച് ശക്തരാവണമെന്ന് ആദ്യം അങ്ങ് പറയും. അതോടെ ആ പിള്ളേരുടെ ജന്മം പാഴാവും. വായിച്ച് തീർന്നിട്ട് എവിടെ എഴുതാനാ? അല്ല, പണ്ടങ്ങനെയാണ്. സാഹിത്യപരമായി എന്നെയൊക്കെ ഉപദേശിച്ച് തകർത്ത് കളഞ്ഞ ആളുകൾ എല്ലാം ആദ്യമേ ക്ലാസിക്സ് എല്ലാം വായിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒരു ക്ലാസിക്ക് തീരണമെങ്കിൽ എത്ര ദിവസം വേണം? ഈ നാട്ടിൽ കണ്ട ക്ലാസിക്കെല്ലാം വായിച്ച് തീർന്നിട്ട് നിങ്ങൾക്ക് എഴുതാനൊന്നും പറ്റൂല കേട്ടോ. നിങ്ങൾ വായിക്കണം. അതിൻ്റെ ഒപ്പം നിങ്ങൾ എഴുതുകയും വേണം. നിങ്ങൾക്ക് മുന്നേറാം ധൈര്യമായിട്ട്. ഇനി ആർക്കെങ്കിലും എഴുതാൻ തയ്യാറാക്കി വെച്ചിട്ട് ധൈര്യം വരാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ശരി, എല്ലാവർക്കും നമസ്കാരം.